ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് മോഡ്യൂൾ 5ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ മോഡ്യൂൾ 5 എന്നാണ്, സോറി, മോഡ്യൂൾ 4ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, നമ്മൾ നേരെ മോഡ്യൂൾ 6 മോഡ്യൂൾ 4 ആണ് ചെയ്തത്. മോഡ്യൂൾ 5 ഞാൻ അടുത്ത ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മോഡ്യൂൾ 4ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട്. അത് ഞാൻ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് ക്ലാസ് കഴിഞ്ഞ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ റെഫറൻസ് ചെയ്തതിന്റെ പ്രശ്നമാണ്. ഓക്കെ, സോറി. അപ്പം അതൊന്ന് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഈ മോഡ്യൂൾ 5ന്റെയും മോഡ്യൂൾ 4ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ തുടങ്ങാൻ പോകുന്നത് മോഡ്യൂൾ 5 ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബാക്കിൽ നിന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. അപ്പൊ 7ാമത്തെ മോഡ്യൂളാണ്. ഓക്കെ, 10 മോഡ്യൂളാണ് IRL മൊത്തം ഉള്ളത്. അതിനകത്ത് 7ാമത്തെ മോഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ മോഡ്യൂളിൽ പറയുന്ന കാര്യം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഡിപ്ലോമസി, ബാലൻസ് ഓഫ് പവർ, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ പ്രധാനമായിട്ടും കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഡിപ്ലോമസിയും ബാലൻസ് ഓഫ് പവറും ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഓക്കെ, ബാലൻസ് ഓഫ് പവറും ആയിരിക്കും നോക്കാൻ പോവാം. ഓക്കെ, കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കളക്റ്റീവ് സെക്യൂരിറ്റി നമ്മൾ ഭയങ്കര വൈഡായിട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ല. ഈ ബേസിക്കലി നമ്മൾ ഈ ബാക്കി ഇതൊന്നും എല്ലാം നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ച് മാത്രമേ പോകത്തുള്ളൂ. കാരണം ഞാൻ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് വെയിറ്റേജ് ഉള്ള കാര്യമല്ല ഇത്. ഓക്കെ, ഒരുപാട് വെയിറ്റേജ് ഉള്ള യൂണിറ്റ് അല്ല. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്താണ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഉപയോഗിക്കുന്ന കുറച്ച് മാർഗങ്ങൾ എന്താണ്, ഡിപ്ലോമസി എന്താണ്, ന്യൂ ഡിപ്ലോമസി എന്താണ്, പണ്ട് കാലത്ത് ഡിപ്ലോമസി എങ്ങനെയായിരുന്നു, ഇന്നത്തെ കാലത്ത് ഡിപ്ലോമസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പവർ എന്താണ്, ബാലൻസ് ഓഫ് പവർ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ തന്നെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ബാലൻസ് ഓഫ് പവർ ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളും പല മോഡ്യൂളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. കളക്റ്റീവ് സെക്യൂരിറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് കളക്റ്റീവ് സെക്യൂരിറ്റിയിലൊക്കെ വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ ലോയും ട്രീറ്റിയും ആണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത്. നമുക്ക് കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, conflict resolution is important aspect of international relations, focusing on methods and processes that facilitate the peaceful ending of disputes. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആ പേര് പോലെ തന്നെ, അതായത് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞിട്ടോ അത് സമാധാനപരമായി പരിഹരിക്കുക എന്നതാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, it encompasses various strategies and models aimed at resolving conflicts at multiple levels, from personal disagreements to international disputes. ഓക്കെ, അപ്പം കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, കോൺഫ്ലിക്ട്സ് മൾട്ടിപ്പിൾ ലെവൽസിൽ റിസോൾവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഇന്റർനാഷണൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്താണ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട് ഉണ്ട്. അപ്പം ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്ട്, ദിസ് ഒക്കേഴ്സ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ, ഓഫ്റ്റൻ ഇൻവോൾവിംഗ് ഇന്റർണൽ സ്ട്രഗിൾസ് ആൻഡ് റിഗാർഡ് ബിലീഫ്സ്, വാല്യൂസ് ഓഫ് ഡിസിഷൻ. അതായത് ഒരാൾക്ക് തന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എന്ത് പറയുന്നു, ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ പറയുന്ന എന്താണ്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തന്നെ കുറച്ച് തോട്ടുകൾ ഉണ്ടാവുകയാണ്. അതായത് അല്ല, ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്റെ വിശ്വാസത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇത് ശരിയായ രീതിയിലല്ല പോകുന്ന, ആൾക്കാരെ വഴിതെറ്റിച്ചു. ഞാൻ അങ്ങനെ പറയുന്നല്ലോ. ഓക്കെ, ഞാൻ വേറൊരു രീതിയിൽ പറയാണ്. ഓക്കെ, അത് വഴിതെറ്റിക്കുന്ന ഇതാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണ്. ഓക്കെ, ഞാൻ കുറെ കാലം കൊണ്ടുവരുന്ന എന്റെ ഐഡിയക്ക് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ കുറച്ച് ബിലീഫ്സിന് കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു, അപ്പൊ അതിനകത്ത് കുറച്ച് കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണ്. ഓക്കെ, അതാണ് ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മോട് തന്നെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റാണ് ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത്. അതാണ് ഇന്റർ പേഴ്സണൽ കോൺഫ്ലിക്ട്. This involves disagreements between individuals, often stemming from misunderstanding or different perspective. അതായത് ഒരു വ്യക്തിക്ക് എനിക്കും എന്റെ അടുത്ത സുഹൃത്തിനും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് അത് കോൺഫ്ലിക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ വലിച്ചു വാരിട്ട് ഇടിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഓക്കെ, എന്റെ കോൺഫ്ലിക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആശയങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം. ഓക്കെ, ഐഡിയാസ് തമ്മിലുള്ള പ്രശ്നങ്ങളാകാം, തീരുമാനങ്ങൾ എടുത്തത് തമ്മിലുള്ള പ്രശ്നങ്ങളാകും. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഞാൻ ഇതെല്ലാം ഞാൻ പറഞ്ഞു എക്സാം ബേസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്താന്ന് പറയുന്നതിന് മുന്നേ ഒരു ബേസിക് ഐഡിയ പറയാണ്. ഓക്കെ, intra group conflict. Okay, a conflict within a group can arise due to competition, different opinions or resource allocation. Intra group conflicts നമുക്ക് വേണമെങ്കിൽ ഒരു സാര്യം വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാം. അതായത് ഒരു രാജ്യത്ത്, ഇന്ത്യ പോലെ ഒരു യൂണിയൻ രാജ്യത്ത് എന്താണ് സിവിൽ വാർ നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യമാണ് അല്ലേ ഒരു സിവിൽ വാർ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അവിടുത്തെ റവൽ ഗ്രൂപ്പുകളായിട്ട് ഉണ്ടാവുന്നതാണ് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്താണ്, നേരെ തിരിച്ച്
വേറെ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നത് നമുക്ക് വേണമെങ്കിൽ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആയിട്ട്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. ദിസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ്റ്റൻ ഡ്രൈവൺ ബൈ കോമ്പറ്റീഷൻ, ഹിസ്റ്റോറിക് റീസൺസ് ഓർ ഐഡിയോളജിക്കൽ ഡിഫറൻസസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ ഒരു ബേസിന് വേണ്ടി പറഞ്ഞു. Okay, causes of conflict, conflict resolution strategies. Various strategies can be employed to resolve conflicts. Each method has strength and weaknesses. Okay, അതായത് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ ഒരുപാട് തരത്തിലുള്ള എന്താണ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ബേസിക്കലി എല്ലാം നെഗോസിയേഷൻ ആണ്. എല്ലാം ഒരു തരത്തിലുള്ള നെഗോസിയേഷൻ, മീഡിയേഷൻ, ആർബിട്രേഷൻ എല്ലാം എന്താണ്? ബേസിക്കലി നെഗോസിയേഷൻ തന്നെയാണ്. പല പല പേര് പല പല രീതിയിൽ. ഓക്കെ, അതിന്റെ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. നെഗോസിയേഷൻ, ഡയറക്ട് ഡിസ്കഷൻസ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീസ് എയിം ടു റീച്ച് എ മ്യൂച്വലി അക്സെപ്റ്റബിൾ അഗ്രിമെന്റ്സ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പം ഇന്ത്യയുടെ ഭരണാധികാരിയും പാകിസ്ഥാന്റെ ഭരണാധികാരിയും നേരിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഡൽഹിയിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുന്നു, പ്രശ്നങ്ങൾ കൈകൊടുത്ത് പിരിയുന്നു. അതിനാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന ഫോറിൻ ഡിപ്ലോമാറ്റും പാകിസ്ഥാന്റെ ഫോറിൻ ഡിപ്ലോമാറ്റും കൂടെ ഒരു വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഡയറക്റ്റ്ലി ആണ് ഇത് നെഗോസിയേഷൻ നടക്കുന്നത്. ഓക്കെ, ആ ഒരു പാർട്ടിയും ബാധിക്കപ്പെട്ട പാർട്ടിയും തമ്മിൽ ഡയറക്റ്റ്ലി ആണ് നെഗോസിയേഷൻ നടക്കുന്നത്. ഇടയിൽ ഒരു മീഡിയേറ്റർ ഇല്ല. അടുത്താണ് മീഡിയേഷൻ. എ ന്യൂട്രൽ തേർഡ് പാർട്ടി ഹെൽപ്സ് ഫെസിലിറ്റേറ്റ് ഡയലോഗ്സ് ആൻഡ് റെസൊല്യൂഷൻ. ഓക്കെ, ഇപ്പൊ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം നടക്കും. അപ്പൊ ചൈന വരുന്നു, ചൈന പറഞ്ഞ് ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യാം. അതായത് അപ്പൊ അവര് വേണം. അപ്പൊ മീഡിയേഷനിൽ സാധാരണ രീതിയിൽ മീഡിയേഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ മീഡിയേറ്റ് ചെയ്യുന്ന ആളുടെ രാജ്യത്തിലായിരിക്കും മീഡിയേഷൻ നടക്കുക. ഓക്കെ, കാരണം ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുന്നത് ടാഷ്കന്റ് അഗ്രിമെന്റ്. ടാഷ്കന്റ് അഗ്രിമെന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇവിടെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയുബ് ഖാനും എന്ന് തോന്നുന്നു. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയുബ് ഖാനും വന്ന് പാകിസ്ഥാനിൽ വെച്ച് ടാഷ്കന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നേരത്ത് അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? മീഡിയേറ്റ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പൊ താഷ്കന്റ് വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. അപ്പം താഷ്കന്റ് അഗ്രിമെന്റ് വരുന്നു. അപ്പം അപ്പം അത് മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയ ഒരാൾ എന്നിട്ട് ഡയലോഗ് വഴി അല്ലെങ്കിൽ നെഗോസിയേഷൻ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കുക. അടുത്താണ് ആർബിട്രേഷനും കോൺസിലേഷനും. അത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. എന്ന് വെച്ചാൽ an impartial third party makes a binding decision after hearing both sides. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചൈന, ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം നടക്കുന്നു. അപ്പൊ ചൈനയാണ് മീഡിയേറ്റ് ചെയ്യുക. അപ്പൊ മീഡിയേഷൻ എന്നുള്ള ഒരു റോളിൽ നിന്ന് ചൈനയുടെ റോള് ആർബിട്രേഷനിലേക്ക് മാറുകയാണ്. ആർബിട്രേഷന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഒപ്പീനിയൻ പറയുന്നു, പാകിസ്ഥാൻ ഒരു ഒപ്പീനിയൻ പറയുന്നു. ചൈന ഇത് രണ്ടും കേട്ടിട്ട് പറയുന്നു, ചൈന ഇത് രണ്ടും കേട്ടിട്ട് ചൈന ഒരു ഡിസിഷൻ പറയും. അതാണ് അതിനെ ബൈൻഡ് ചെയ്യുക. സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊന്നും വേറൊരു രാജ്യത്തിന് ഇടപെടുത്തി ഡിസിഷൻ പറയാൻ നിർത്താറില്ല. ഓക്കെ, പക്ഷെ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തുണ്ടായിരുന്നു? ഈ ഇൻഡസ് വാട്ടർ തമ്മിൽ എന്തുണ്ടായിരുന്നു? തർക്കം ഉണ്ടായിരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി പറഞ്ഞു. അപ്പൊ ഇൻഡസ് വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ട് തർക്കമൊക്കെ ഉണ്ടായിരുന്ന ടൈമില് അന്ന് ഒരു ആർബിട്രറി എന്താണ് ആർബിട്രറി ട്രൈബ്യൂണൽ എന്നാട്ടോ ട്രൈബ്യൂണൽ. ഓക്കെ, ട്രൈബ്യൂണൽ അതായത് കുറച്ച് ഈ ന്യായാധിപന്മാരുടെ ഒരു ട്രൈബ്യൂണൽ വെച്ചിട്ട്, ആർബിട്രറി ട്രൈബ്യൂണൽ വെച്ചിട്ട് UN ആണ് ആ ട്രൈബ്യൂണൽ വെച്ചത്. ഓക്കെ, UN ട്രൈബ്യൂണൽ വെച്ചിട്ടാണ് ഇതിനൊരു തീരുമാനം കണ്ടെത്തിയത്. അതായത് ഇന്ത്യ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു, പാകിസ്ഥാൻ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. അപ്പൊ ആർബിട്രറി ട്രൈബ്യൂണൽ ഇരുന്നിട്ട് അത് കേട്ടിട്ട് ഓക്കെ ഇതാണ് ഡിസിഷൻ, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് തീരുമാനം വെക്കുന്നു. ആ തീരുമാനം രണ്ട് രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തു പോകുന്നു. അടുത്താണ് കൺസിലേഷൻ. എ കൺസിലേറ്റർ അസിസ്റ്റ് പാർട്ടീസ് ഇൻ റീച്ചിങ് ആൻ അഗ്രിമെന്റ് ത്രൂ ഡയലോഗ്. കൺസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയേഷൻ പോലെ തന്നെയാണ്. അതായത് രണ്ട് പാർട്ടികൾ വരുന്നു, ഇവരെ നടുക്കിരുന്ന് ഇവരും കൂടെ സംസാരിക്കും. പക്ഷെ ഡിസിഷന് വേണമെങ്കിൽ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ വേണമെങ്കിൽ കൺസിലേറ്ററിന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ ഡിസിഷൻ പറയാൻ കൺസിലേറ്ററിന് യോഗ്യതയില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ആർബിട്രേഷനിലേക്ക് കൺസിലേഷന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആർബിട്രേഷനിൽ നിൽക്കുമ്പോൾ ആർബിട്രേറ്റർ പറയും ഓക്കെ ഇതാണ് ഡിസിഷൻ, ഇതാണ് നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറയും. തേർഡ് പാർട്ടി ആയിട്ടുള്ള ആർബിട്രേറ്റർ പറയും. പക്ഷെ കൺസലേഷൻ നിൽക്കുമ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് അഡ്വൈസ് കൊടുക്കാം, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതാണ് കൊളാബറേഷൻ, വർക്കിംഗ് ടുഗദർ ടു ഫൈൻഡ് സൊല്യൂഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ഓൾ പാർട്ടീസ് ഇൻവോൾവ്. അതായത് ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും സാർക്കിൽ കൊളാബറേറ്റ് ചെയ്തതാണ് അല്ലെ. അതൊരു കൊളാബറേഷൻ ആണ്. സാർക്ക് കാരണം ഇവര് ഈ സൗത്ത് ഏഷ്യ എന്നുള്ള സ്ഥലത്ത് രാജ്യങ്ങൾ തമ്മിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്ക് നേപ്പാളും തമ്മിൽ പ്രശ്നമുണ്ട്, ഇന്ത്യക്ക് ശ്രീലങ്കയും തമ്മിൽ പ്രശ്നമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട്. അതേ കണക്ക് രാജ്യങ്ങൾ തമ്മിലെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു കൊളാബറേഷൻ ആണ് സാർക്ക് എന്ന്. സൗത്ത് ഏഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാവരുടെയും നീഡും എല്ലാവരുടെയും സെക്യൂരിറ്റിയും ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നതാണ് സാർക്ക്. അപ്പൊ സാർക്കൊക്കെ എന്താണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഗ്ലോബൽ എന്താണ് ഇതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, എന്താണ് ഇതെല്ലാം ഒരു തരത്തിലുള്ള കൊളാബറേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബേസിക്കലി കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതായത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രമല്ല കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രശ്നം ഉണ്ടാവാതിരിക്കാനും എല്ലാവർക്കും അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ്. അടുത്താണ് കോംപ്രമൈസ്.
ഈച്ച് പാർട്ടി മേക്സ് കൺസെഷൻ ടു അച്ചീവ് ആൻ അഗ്രിമെന്റ്. അതായത് നമ്മൾ കുറച്ച് അയഞ്ഞു കൊടുക്കുന്നു, അവരും കുറച്ച് അയഞ്ഞു വെക്കുന്നു, അപ്പൊ നമ്മൾ എന്തായാലും കോംപ്രമൈസ് നടത്തുന്നു. ഇത്രയാണ് കോംപ്രമൈസ്. ഓക്കെ. റോൾ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പ്ലേസ് എ വൈഡ് റോൾ ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വളരെ വലിയ പങ്കാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളോട് ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോഴും ഒരു എക്സാം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കോൺഫ്ലിക്ട് റിസോൾവിങ് കാര്യത്തിലൊക്കെ യുണൈറ്റഡ് നേഷൻസിനൊക്കെ എത്രത്തോളം ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഒരു ചോദ്യമാണ്. ഓക്കെ. United Nations engages in peacekeeping, mediation and conflict resolution efforts globally. Okay. ഇത് ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മീഡിയേഷനിലൂടെ, പീസ് കീപ്പിങ്ങിലൂടെ റിസോൾവ് ചെയ്യാനുള്ള ബാക്കി എന്തെങ്കിലും കോൺസലേഷനിലൂടെ, ആർബിട്രേഷനിലൂടെ ഒക്കെ ഒരു വലിയ പ്ലെയർ ആയിട്ട് നിൽക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്ലെയർ ആരാണ്? UN ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം തന്നെ റീസെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇറാൻ എന്താണ് ഈ പറയുന്ന ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ വാർ നടക്കുന്നു, ഗാസയില് യുദ്ധം നടക്കുന്നു, ഉക്രൈനും എന്താണ് റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. UN ഒക്കെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതൊരു വലിയ ചോദ്യമാണ്. ഓക്കെ. UN ഒന്നും കാര്യമായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനും പറ്റില്ല. ഈവൻ UNന്റെ പറയുന്ന അഭിപ്രായങ്ങളൊന്നും ഈ പറയുന്ന രാജ്യങ്ങളും മാനിക്കുന്നത് കൂടിയില്ല എന്നതാണ് ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതി, അല്ല ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി. ഓക്കെ. Regional organizations, entities like the African Union, European Union facilitate regional conflict resolution. ഇപ്പൊ ഞാൻ നേരത്തെ സാർക്കിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. സാർക്ക് ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ആണല്ലേ, സൗത്ത് ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ് സാർക്ക്. അതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും ആസിയാനും. ഓക്കെ. ബ്രിക്സ് ഒന്നും റീജിയണൽ ഓർഗനൈസേഷൻ അല്ല. ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും ആസിയാനും ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന സാർക്കൊക്കെ എന്താണ് റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ആ ഒരു റീജിയനിൽ പ്രശ്നബാധിതമല്ലാതെ കൊണ്ടുപോകാനും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ പരിഹരിക്കാനും എല്ലാവർക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപോലെ എത്തിച്ചു കൊടുക്കാനും ഈ പറയുന്ന എന്താണ് ഓർഗനൈസേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒക്കെ കുറച്ച് ആക്റ്റീവാണ്, ആഫ്രിക്കൻ യൂണിയൻ അത്യാവശ്യം ആക്റ്റീവാണ്. സാർക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സാർക്കൊന്നും അങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ആക്റ്റീവ് ആയിരിക്കുന്ന മീൻസ് സാർക്ക് ജീവനോടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഡിപ്ലോമാറ്റിക് കോമയിലാണ് സാർക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഡിപ്ലോമാറ്റിക് കോമയിലാണ്, ജീവനുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കാര്യമായ പ്രവർത്തികളൊന്നും നടക്കുന്നില്ല. ഈവൻ അവര് കാര്യമായ ഒരു തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല. ഇന്ത്യയുടെ തന്നെ വേറെ ലോക്കി ഡിപ്ലോമാറ്റ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ പല സാർക്കിന്റെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ. സെവറൽ മോഡൽസ് പ്രൊവൈഡ് ഫ്രെയിംവർക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. കോൺഫ്ലിക്ട് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മോഡൽസിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മോഡൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറീസ്. ഓക്കെ. കുറച്ച് തിയറീസ് ആണ്. ഒന്നാണ് തോമസ് കിൽമാൻ കോൺഫ്ലിക്ട് മോഡ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ. TKA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല അത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ എന്താണ് കുറച്ചുകൂടെ ബ്രോഡായിട്ട് നമ്മൾ, പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എല്ലാവരും പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ തോമസ് കിൽമാൻ കോൺഫ്ലിക്ട് മോഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ TKA എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ 5 മോഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്ട്: കോമ്പീറ്റിംഗ്, അക്കോമഡേറ്റിംഗ്, അവോയ്ഡിംഗ്, കൊളാബറേറ്റിംഗ് ആൻഡ് കോംപ്രമൈസിംഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അതായത് അക്കോമഡേറ്റ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക. ഇപ്പൊ തോമസ് കിൽമൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ ഒരു മോഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന കോൺഫ്ലിക്ട് റെസൊല്യൂഷന് വേണ്ടി. ഓക്കെ. പുള്ളി തോമസ് കിൽമാൻ ആണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ. കോൺഫ്ലിക്ട് റെസൊല്യൂഷന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം IR വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ചില ക്വസ്റ്റ്യങ്ങൾ മാത്രം നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇടും. പക്ഷെ അതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം. ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് തോമസ് കിൽമാൻ കോൺഫ്ലിക്ട് മോഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതാണ് കാര്യം ഇന്റർ സ്പേസ് റിലേഷൻ അപ്രോച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, ഇന്റർ സ്പേസ് റിലേഷൻ അപ്രോച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം? കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഓക്കെ. ഫോക്കസ് ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടീസ് അതർ ദാൻ പൊസിഷൻസ്. ഓക്കെ. അതായത് പൊസിഷൻസിലല്ല, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡെവലപ്ഡ്, അണ്ടർ ഡെവലപ്ഡ്, അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യമോ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളോ ഉള്ള പൊസിഷൻസിലല്ല, റാദർ അവരവരുടെ എന്താണ് നീഡ്, ആ നീഡിനനുസരിച്ച് പ്രവർത്തിച്ച് ആ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്തെടുക്കുക എന്നാണ് ഇന്റർ സ്പേസ് റിലേഷൻ അപ്രോച്ച് പറയുന്നത്. അതാണ് പ്രിൻസിപ്പൽ നെഗോസിയേഷൻ, എംഫസിസ് മ്യൂച്വൽ ഗെയിൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം സെയിം ആണ്, ഐഡിയ സെയിം ആണ്. പ്രിൻസിപ്പൽ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ, അതായത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവണം, ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവണം. ഓക്കെ. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒക്കെ അങ്ങനെയാണ്. ഇൻഡസ് വാട്ടറിൽ 3 നദികൾ പാകിസ്ഥാന്റെ എന്താണ് സൂപ്പർവിഷനിൽ, 3 രവി ബി സറ്റ്ലജ് ഈ പറയുന്ന ഇന്ത്യയുടെ സൂപ്പർവിഷനിലാണ്. അപ്പൊ അതെന്താണ്, അതൊരു മ്യൂച്വൽ ഗെയിൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അവർക്കും ലാഭമുണ്ട്, നമുക്കും ലാഭമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇപ്പം അതേ കണക്കത്തെ ഒരുപാട് അഗ്രിമെന്റ്സ് ഉണ്ട്. ഓക്കെ. അതൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പൽ നെഗോസിയേഷൻ പറയുന്നത്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കോൺഫ്ലിക്ട് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ ചോദ്യങ്ങളൊന്നും
ഫസ്റ്റ് പേപ്പർ നോക്കിയപ്പോൾ കണ്ടില്ല. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പഠിക്കണമല്ലോ. ഓക്കെ, പഠിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഇന്റർനാഷണൽ ലോ ബേസ് ആയിട്ടാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അടുത്താണ് ഡിപ്ലോമസി. ഡിപ്ലോമസിയും ഈ പറയുന്ന കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ഡിപ്ലോമസി ഇസ് എ വെരി ഓൾഡ് പ്രൊഫഷൻ ആൻഡ് ഇറ്റ്സ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഇപ്പൊ ഡിപ്ലോമസി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഇന്ന് ഈ പറയുന്ന IRS IFS ഒക്കെ ഉണ്ടായതിനു ശേഷം വന്ന സംഭവം എനിക്ക് ഡിപ്ലോമസി എന്ന് വിചാരിക്കും. പക്ഷെ ഡിപ്ലോമസി എന്ന് പറയുന്നത് എന്ന് തൊട്ട് ഈ പറയുന്ന സിവിലൈസേഷൻസ് ഉണ്ടോ ആ കാലം തൊട്ടുള്ള ഒരു കാര്യമാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫോറിൻ പോളിസി ടു അച്ചീവ് FP എന്ന് പറഞ്ഞാൽ ഫോറിൻ പോളിസി എന്നാണ് കേട്ടോ. ടു അച്ചീവ് ദ നാഷണൽ ഇൻട്രസ്റ്റ് ഓഫ് എ നേഷൻ. അതായത് ഒരു നേഷന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഐഡിയയിൽ അതിന്റെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെക്നിക് ഓർ മെത്തേഡ് ത്രൂ വിച്ച് ദ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഒരു ഈ പറയുന്ന എന്താണ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നില്ല. ഡിപ്ലോമസി എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പീസ്ഫുൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. Diplomacy is the management of international relations by means of negotiation. The method by which these relations are adjusted and managed by ambassador and envoys. The business of or art of the diplomat. അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇത് പ്രൈമറി ആയിട്ട് ഇത് ഡീൽ ചെയ്യുന്നത് ആരാണ്? നമുക്ക് തന്നെ അറിയാം. ഈ ഡിപ്ലോമാറ്റ്സ് എന്ന് നമ്മൾ പറയാറുള്ള ടേം തന്നെയാണ് ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്നത്. ഡിപ്ലോമാറ്റ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയാണ് സാധാരണ രീതിയിൽ? അംബാസഡർമാരെയാണ് കേട്ടോ. അതായത് IFS കാരെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി IFS IAS റാങ്കിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള, ബ്രില്യൻ്റ് അല്ല സുപ്പീരിയർ ആയിട്ടുള്ള, ഇപ്പം പൊളിറ്റിക്കൽ സയൻസിലോ ഫോറിൻ പോളിസിയിലോ ഈ പറയുന്ന സെക്യൂരിറ്റി സ്റ്റഡീസിലോ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലോ അല്ലെങ്കിൽ ഭയങ്കര ചീഫായിട്ടുള്ള എക്കണോമിസ്റ്റുകളോ ഭയങ്കര പ്രൈമറി എക്കണോമിസ്റ്റുകളെല്ലാം എന്താ ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സ് ആയിട്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പ്രതിനിധീകരിക്കാറുണ്ട്. അപ്പൊ ഈ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ആയിരിക്കാം ഒരു രീതിയിൽ ചിലപ്പോൾ ഈ പറയുന്ന അല്ലാതെ നേരിട്ട് പ്രൈം മിനിസ്റ്ററിനെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്ററിനെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ്സിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഡിപ്ലോമാറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോയി എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അംബാസഡർ ഇൻവേഷനൊക്കെ അപ്പൊ ബിസിനസ് ഒരു ആർട്ട് ഓഫ് ഡിപ്ലോമാറ്റ്. അപ്പം ഇതാണ് ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോമാറ്റുകളുടെ ഒരു കലയാണെന്നാണ് പറയുന്നത്. ഓക്കെ, പറയുന്നത് നിക്കോൾസൺ. നിങ്ങൾ ഈ കോട്ടുകളൊക്കെ പഠിച്ചു വെക്കുക. 1-2 കോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഡിപ്ലോമസിയെ കുറിച്ച്, ബാലൻസ് ഓഫ് പവറിനെ കുറിച്ച് ഞാൻ കുറച്ച് കോട്ടുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിപ്ലോമസിയെ കുറിച്ച്, ബാലൻസ് ഓഫ് പവറിനെ കുറിച്ചുള്ള കോട്ടുകൾ നോക്കി വെക്കുക. ആൾക്കാർ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. കോട്ട് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, കോട്ട്. ഓക്കെ, കോട്ട്സ് പല ആൾക്കാർ പറഞ്ഞ കോട്ട്സ് ഉണ്ടാവും. ആ കോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് ഇതിനെ കുറിച്ചുള്ള ഒരു 10-25 കോട്ട്സ് ജസ്റ്റ് വായിച്ച് വെക്കുക. ഓക്കെ, കാരണം ഈ മോഡ്യൂളിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുള്ള ബാലൻസ് ഓഫ് പവറിനെ കുറിച്ച് പ്രീവിയസ്ലി 2 കോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിപ്ലോമസി ഇസ് ദ ബിസിനസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ്. ജോർജ് എഫ് കെനൻ. കെനൻ ആരാന്ന് ഞാൻ പറഞ്ഞു, US ഒരു ഡിപ്ലോമാറ്റ് ആണ് ജോർജ് എഫ് കെനൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിപ്ലോമസി ബിസിനസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ്. ഓക്കെ, അതായത് 2 ഗവൺമെന്റ് തമ്മിലുള്ള ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനെയാണ് ഡിപ്ലോമസി എന്നാണ് ജോർജ് എഫ് കെനൻ പറയുന്നത്. അമേരിക്കന്റെ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു ഈ പറയുന്ന USSRനെതിരെ ഒരുപാട് ഫോറിൻ പോളിസീസ് കൊണ്ടുവന്ന ആളാണ് കേട്ടോ ജോർജ് എഫ് കെനൻ. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, മാർഷൽ പ്ലാനിനെ കുറിച്ചും. ജോർജ് എഫ് കെനൻ കൊണ്ടുവന്ന ഒരു പദ്ധതികൾക്ക് അനുസരിച്ചാണ് പിന്നീട് ട്രൂമാൻ ഡോക്ടറിനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഓക്കെ, ഡിപ്ലോമസി മേ ബി കാറ്റഗറൈസ്ഡ് ഇൻടു ഡിഫറെന്റ് ഫോംസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ടെക്നിക്, പ്രാക്ടീസ് ഓഫ് ഡിപ്ലോമസി. ഓക്കെ, അപ്പം ഡിപ്ലോമസി എന്ന് പറഞ്ഞത് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിനകത്ത് ഓൾ ഡിപ്ലോമസിയും നോ ഡിപ്ലോമസിയും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഡെമോക്രാറ്റിക് ഡിപ്ലോമസി ഉണ്ട്, പേഴ്സണൽ ആൻഡ് സമ്മൺ ഡിപ്ലോമസി ഉണ്ട്, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്ലോമസി ഉണ്ട്, എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിപ്ലോമസി ഉണ്ട്. അതൊക്കെ ജസ്റ്റ് എന്താണെന്ന് നോക്കി പോവാം. ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സെറ്റിന്റെ സിലബസിന് നമ്മളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട, ജസ്റ്റ് ബേസ് ലെവലിൽ ഒന്ന് മനസ്സിലാക്കുക. ഹോൾഡ് ചെയ്യണേ. ഓക്കെ,
അപ്പൊ നമ്മൾ ഓൾഡ് ആൻഡ് ട്രഡീഷണൽ ഡിപ്ലോമസി ആണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഡിപ്ലോമസി ഇൻ ദ റിയൽ സെൻസ് എമർജ് വിത്ത് key formation of the nation state system, especially after Treaty of Westphalia. ഇപ്പൊ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്താണെന്ന് അറിയാമോ? ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ നടന്നത്. നമുക്ക് വെസ്റ്റ്ഫാലിയ നടക്കുന്ന പറഞ്ഞാൽ ഒരു 30-year വാർ ഉണ്ടായിരുന്നു. യൂറോപ്പിൽ പല രാജ്യങ്ങളും നമ്മൾ 30-year വാറിന് ശേഷം വരുന്ന 30 വർഷത്തോളം നീണ്ടുന്ന യുദ്ധത്തിന് ശേഷം വരുന്ന ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ. നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിനെ തന്നെ ഉണ്ടാക്കിയത് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്നൊക്കെ പറയാം. കാരണം ഈ സോവറിനിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് മേലുള്ള പരമാധികാരം എന്ന് പറഞ്ഞ സാഹചര്യം ഊട്ടി ഉറപ്പിച്ചത് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ആണ്. ഓക്കെ, കാരണം അന്ന് വരെ യൂറോപ്പിലെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാത്തലിക് ചർച്ചിനും അതേപോലെ തന്നെ റോമൻ എംപയറിനും ഭീകരമായ സ്വാധീനം ഉണ്ടായിരുന്നു യൂറോപ്പിലെ രാജ്യങ്ങൾക്കെല്ലാം. അപ്പൊ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ വന്നതിന് ശേഷമാണ് ഈ സ്വാധീനമൊക്കെ ഇല്ലാതാക്കി കളയുന്നത്. ആ രാജ്യങ്ങളിലെ ഭരണ തലവന്മാർക്ക് ആ രാജ്യത്തിന് മുകളിൽ, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആ രാജ്യത്തിന് മുകളിൽ പരമാധികാരം കിട്ടി തുടങ്ങുന്നതെല്ലാം ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയക്ക് ശേഷം ഈ 30-year വാറിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ആണ് ഡിപ്ലോമസിക്ക് ഒരു തുടക്കം ഇടുന്നതെന്ന് പറയുന്നതാണ് ഒരു ഡിപ്ലോമസിയുടെ ഒരു കാര്യം പറയുന്നത്. ഡിപ്ലോമസി സിവിലൈസേഷന്റെ കാര്യമുണ്ട്, ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, കാരണം ഈ രാജ്യം ഒരു നേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ, ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക്, ഓക്കെ, നേഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം നേഷൻ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഓൾറെഡി ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയത് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയക്ക് ശേഷമാണ്. ബട്ട് സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതിന് ശേഷം എന്ത് പറ്റുന്നു? നേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ തന്നെ ടേം ഉണ്ട്, നേഷൻ സ്റ്റേറ്റ്. നേഷൻ സിസ്റ്റം വന്നു തുടങ്ങിയാണ്. അപ്പം സ്റ്റേറ്റ് എന്ന രീതിയിൽ വരുന്നു. അപ്പം രാജ്യങ്ങൾക്ക് ഒരുപാട് പരമാധികാരം കിട്ടുന്നു, ബാക്കിയുള്ള പുറത്തുള്ള എൻറ്റിറ്റീസിന്റെ ഈ പറയുന്ന സ്വാധീനം കുറയുന്നു. അതിനുശേഷമാണ് ഡിപ്ലോമസി എന്ന് പറയുന്ന സാധനം ഒരു ഒഫീഷ്യൽ രൂപത്തിലേക്ക് വരുന്നത്. Till the end of 19th century, the old diplomacy continued. അതായത് 19th century വരെ ഈ പറയുന്ന പഴയ ഡിപ്ലോമസി കണ്ടിന്യൂ ചെയ്തു. There were three methods on which the old diplomatic practice was based: the Italian, French, and German. But it was the French method which is usually known as traditional method of diplomacy. ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ എന്ന് പറഞ്ഞ രീതിയിൽ ഡിപ്ലോമസി വർക്ക് ചെയ്തിരുന്ന ഓരോരോ രീതിയിലുണ്ടെന്ന് നമ്മൾ ക്ലിയറായിട്ട് നോക്കുന്നില്ല. Their practice originated by Richelieu, analyzed by Colliers, and adopted by all European states in the 17th century, is popularly known as the old diplomacy. അപ്പം ഓൾഡ് ഡിപ്ലോമസി പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ഈ റിച്ചേലും കോളിയേഴ്സും ആണ്. ഓക്കെ, ഓൾഡ് ഡിപ്ലോമസി. ഓൾഡ് ഡിപ്ലോമസി എന്താ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾ കേട്ടിരിക്കുക. ഓൾഡ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഡിപ്ലോമസി അല്ല. ഓൾഡ് ഡിപ്ലോമസിയുടെ ബേസിസ് എന്ന് പറഞ്ഞാൽ സീക്രസി ആണ് ഒന്നാമത്തെ കാര്യം. ഓൾഡ് ഡിപ്ലോമസിയിൽ സീക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ രഹസ്യ സ്വഭാവമായിരിക്കും ഈ പറയുന്ന ഡിപ്ലോമസിക്കുള്ളത്. ഒരു രാജ്യത്തലവനും മറ്റേ ഒരു രാജ്യത്തലവനും മാത്രമായിരിക്കും. ഇപ്പൊ സ്വീഡനും എന്താണ് യൂറോപ്പിലെ വേറൊരു രാജ്യവും തമ്മിൽ എന്ത് കണക്കെയാണ് ഒരു ചർച്ച നടക്കുകയാണ്. ആ രാജ്യത്തിലെ തലവന്മാരെ മാത്രമായിരിക്കും ഇത് അറിയുക. ഓക്കെ, അപ്പൊ സീക്രസി എന്ന് പറയുന്നതായിരുന്നു ഈ പറയുന്ന ഓൾഡ് ഡിപ്ലോമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഓൾഡ് ഡിപ്ലോമസി നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ഡിപ്ലോമസി എന്നും വിളിക്കാം. എന്താ ക്ലോസ്ഡ് ഡിപ്ലോമസി എന്നും ഓൾഡ് ഡിപ്ലോമസിയെ വിളിക്കാറുണ്ട്. ഓക്കെ, ക്ലോസ്ഡ് ഡിപ്ലോമസി എന്നും ഓൾഡ് ഡിപ്ലോമസിയെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഇതൊരു അടഞ്ഞ മുറിയിൽ നടക്കുന്ന കാര്യമാണ് ബേസിക്കലി. അതായത് ഒരു അടഞ്ഞ മുറിയിൽ, ലിറ്ററലി ഒരു അടഞ്ഞ മുറിയിൽ നടക്കുന്നതാണ്. ആ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ മുറിയിൽ ഇരിക്കുന്ന ഒരു 4-5 പേര് ഒഴിച്ച് ബാക്കി ആരും അറിയില്ല. ഓക്കെ, അതാണ് ഓൾഡ് ഡിപ്ലോമസിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഇന്നത്തെ ന്യൂ ഡിപ്ലോമാറ്റിക്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി റെക്കോർഡർ ആണ്, ആൾക്കാർക്ക് അതിന്റെ വിശദാംശങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പൊ റീസെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന US-ഉം സെലൻസ്കിയും, അതായത് യുക്രൈൻ പ്രസിഡന്റ് തമ്മിൽ ഒരു US വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് നടക്കുന്നത്. അത് പക്ഷേ ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഉള്ള മീഡിയക്കാരും ജേർണലിസ്റ്റുകളെ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ജേർണലിസ്റ്റുകളുടെ എല്ലാ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫുള്ളി റെക്കോർഡഡ് ആയിട്ടാണ് ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് ആണ് ആക്ച്വലി അത്. അപ്പൊ അത് ചെയ്തിരുന്നത്. അപ്പം ഇന്നത്തെ ഡിപ്ലോമസികൾ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ആയിട്ട് നടക്കുന്നതുണ്ട്, സ്റ്റിൽ സീക്രസി കുറവാണ്. അതുകൊണ്ടാണ് ഓൾഡ് ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ്ഫാലിയക്ക് ശേഷം വന്ന ഈ 19th century വരെ ഉണ്ടായിരുന്ന ഡിപ്ലോമസികളെ ഓൾഡ് ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത്. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നടത്തിയിരുന്നത് ആരാണ്? ഈ പറയുന്ന എലക്ട് ചെയ്ത് വന്ന സ്റ്റേറ്റുകളുടെ ഹെഡ് ഒന്നുമല്ല ഓൾഡ് ഡിപ്ലോമസി നടത്തിയിരുന്നത്, അരിസ്റ്റോക്രാറ്റ്സ് ആണല്ലേ. അല്ലെങ്കിൽ ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഇപ്പം ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലർജിയും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ലോകത്ത്. അപ്പം ഈ പറയുന്ന എലൈറ്റ് ക്ലാസും അല്ലെങ്കിൽ ഈ പറയുന്ന അരിസ്റ്റോക്രാറ്റ്സും ആയിരുന്നു ഈ പറയുന്ന ഓൾഡ് ഡിപ്ലോമസിയിൽ ഭാഗമാകുക. സാധാരണക്കാർക്കോ ജനങ്ങൾക്കോ ഇത് അറിയാനും കഴിയില്ല, അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാനും കഴിയുന്നില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന ഓൾഡ് ഡിപ്ലോമസിയുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ക്ലോസ്ഡ് ഡിപ്ലോമസി ആണ്. ഓൾഡ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഡിപ്ലോമസി ആണ്. ഓക്കെ, അപ്പൊ അടുത്തതാണ് ന്യൂ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ. പിന്നെ ഓൾഡ് ഡിപ്ലോമസി എന്താണ്? ബൈലാറ്ററൽ ആണ് കേട്ടോ, ബൈലാറ്ററൽ ആണ്. ഓക്കെ, മൾട്ടിലാറ്ററൽ അല്ല, ബൈലാറ്ററൽ ആണ് ഓൾഡ് ഡിപ്ലോമസി. നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കുക. സീക്രസി കൂടുതലായിരിക്കും, ക്ലോസ്ഡ് ആണ്, ബൈലാറ്ററൽ ആണ്. ഓൾഡ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എന്താണ്?
ബൈലാറ്ററൽ ആണ്. ഓക്കെ, മൾട്ടിലാറ്ററൽ അല്ല, ബൈലാറ്ററൽ ആണ്. അതായത് അറ്റ് എ ടൈം ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിലായിരിക്കും ഡിപ്ലോമസി നടക്കുന്നത്. അല്ലാതെ ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ അറ്റ് എ ടൈം ഒരു ഓർഗനൈസേഷൻ പോലെയോ അല്ലെങ്കിൽ നെഗോസിയേഷൻസ് പോലെയോ ആർബിട്രേഷൻ പോലെയുള്ള ഒരു അറ്റ് എ ടൈം ഒരുപാട് രാജ്യങ്ങളുമായിട്ട് എന്താണ് മീറ്റിംഗ്സ് ഉണ്ടാവില്ല. ബൈലാറ്ററൽ ആയിരിക്കും. അതായത് ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ, അല്ലാതെ ഒരു രാജ്യവും ഒരുപാട് രാജ്യങ്ങളും തമ്മിലല്ല, ഒരു രാജ്യവും ഒരു രാജ്യം തമ്മിൽ മാത്രമായിരിക്കും പഴയ കാലത്ത് ഡിപ്ലോമസി നടക്കുക. ഓക്കെ, ബൈലാറ്ററൽ ആണ്. അടുത്താണ് ന്യൂ ഡിപ്ലോമസിയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ബാക്കിയുള്ള ഡിപ്ലോമസീസ്. In the early 20th century, the traditional diplomacy was replaced by a new type of diplomacy, which is popularly known as new or open diplomacy. അപ്പൊ നമ്മള് ഓൾ ഡിപ്ലോമസി ആണ്, അതായത് അടച്ചിട്ട റൂമിന്റെ അകത്ത് നടക്കുന്ന ഡിപ്ലോമസി. പിന്നെ ഇതെന്താണ്, ന്യൂ ഡിപ്ലോമസി വരുന്നു. ന്യൂ ഡിപ്ലോമസി നമ്മൾ എന്താണ് പറയുക, ഓപ്പൺ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതായത് തുറന്നിട്ടിരിക്കുന്ന ഒരു ഡിപ്ലോമസിയാണ്. അതായത് ഡിപ്ലോമാറ്റ്സ് തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മീഡിയക്ക് അവൈലബിൾ ആണ്, മീഡിയ വഴി ജനങ്ങൾക്കും അവൈലബിൾ ആണ്. ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ വളരെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനങ്ങളുടെ തീരുമാനം, ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഡിപ്ലോമാസിയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് പെർസ്പെക്ടീവ്സ് ആണ്. ഗ്രേറ്റ് ഓപ്പൺനെസ്, എക്സ്റ്റൻസീവ് യൂസ് ഓഫ് മൾട്ടിനാഷണൽ ഡിപ്ലോമസി ഇൻ വേരിയസ് ഫോംസ് ഇൻ അഡീഷൻ ടു ട്രഡീഷണൽ ബൈലാറ്ററലിസം ആൻഡ് പേഴ്സണൽ ഓർ സബ്മിറ്റ് ഡിപ്ലോമസി. ഓക്കെ, ഇപ്പൊ ഗ്രേറ്റ് ഓപ്പൺനെസ് ഞാൻ പറഞ്ഞു, അതായത് വളരെ അവൈലബിൾ ആണ്. ഇപ്പൊ ഡിപ്ലോമാറ്റ്സ് തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അത് കണക്ക് പബ്ലിക്, ഇപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സ് പറയുന്നത് ആരുടെ നിലപാടാണ്, ആ സർക്കാരിന്റെ നിലപാടാണല്ലോ ഡിപ്ലോമാറ്റ്സ് പറയുന്നത്. അപ്പൊ ഡിപ്ലോമാറ്റ്സ് പറയുന്ന സർക്കാരിന്റെ നിലപാട് ജനങ്ങളുടെ ഒപ്പീനിയനൊക്കെ വാല്യൂ ചെയ്തുകൊണ്ടായിരിക്കും. അത് കണക്ക് തന്നെ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ ആൾക്കാർക്ക് എന്താണ് അറിയാൻ കഴിയും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പൺനെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എക്സ്റ്റൻസീവ് യൂസ് ഓഫ് മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി ഇൻ വേരിയസ് ഫോംസ് ഇൻ അഡീഷൻ ടു ട്രഡീഷണൽ ബൈലാറ്ററലിസം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഓൾ ഡിപ്ലോമസിയിൽ എന്തുണ്ട്, ബൈലാറ്ററലിസം ആണ്. ന്യൂ ഡിപ്ലോമസി എന്നപ്പോൾ എന്ത് തോന്നുന്നു, അത് മൾട്ടിലാറ്ററലിസമായി. അതായത് ഒരു രാജ്യങ്ങളും ഒരുപാട് രാജ്യങ്ങളും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, ഇപ്പം ഡിപ്ലോമസി നടക്കുന്നുണ്ട്. അതായത് ചർച്ചകൾ നടക്കുന്നുണ്ട്, നെഗോസിയേഷൻ നടക്കുന്നുണ്ട്, അഗ്രിമെന്റ്സ് നടക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ എന്താണ് നമ്മൾ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഇപ്പൊ ഇന്ത്യയുടെ മാത്രം കാര്യമല്ല, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ ഈ ഇരിക്കുന്ന 5 പേര് നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് എന്തുണ്ട്, എന്താണ് ഡിപ്ലോമസി ഉണ്ട്, നെഗോസിയേഷൻ ഉണ്ട്. നമ്മൾ തമ്മിൽ ബൈലാറ്ററൽ ട്രൈലാറ്ററൽ അഗ്രിമെന്റ്സ് ഉണ്ട്, മൾട്ടിലാറ്ററൽ അഗ്രിമെന്റ്സ് ഉണ്ട്. നമ്മൾ UN-ലൊക്കെ നമ്മൾ ഈ രാജ്യങ്ങളെല്ലാം ഒരു ടീമാണ്. അതെനിക്ക് ബ്രിക്സിൽ നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ ഒരു ടീമാണ്. അപ്പൊ എന്തുണ്ട്, മൾട്ടിലാറ്ററലിസം ആണ് ഇന്നത്തെ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അല്ലാതെ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങളും സുഭദ്രയും അല്ല ഈ പറയുന്ന ഡിപ്ലോമസിയിലുള്ളത്. ഓക്കെ, അതായത് ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ എക്സ്റ്റൻസീവ് ആയ രീതിയിലാണ് ഡിപ്ലോമസി ഇന്ന് വർക്ക് ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് അവിടെ ഇരിക്കുന്ന കുറെ മേലാളന്മാർ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് തീരുമാനിക്കും, ജനങ്ങളുടെ അഭിപ്രായങ്ങളെ വകവെക്കില്ല, അടച്ചിട്ട റൂമിൽ അവർ തീരുമാനിക്കുന്നതാണ് ആ നാടിന്റെ നിയമം അല്ലെങ്കിൽ ആ നാടിന്റെ പോളിസി. ഇന്ന് അങ്ങനെയല്ല. ഓക്കെ, ജനങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ട്. പിന്നെയാണ് പേഴ്സണൽ ഓഫ് സമ്മിറ്റ് ഡിപ്ലോമസി. സമ്മിറ്റ് ഇപ്പം ലോകത്തിൽ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും സമ്മിറ്റ് നടക്കാറുണ്ടല്ലേ. ഇപ്പം എൻവയോൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ സമ്മിറ്റ് നടക്കാറുണ്ട്. ഇപ്പൊ ബ്രിക്സിന്റെ സമ്മിറ്റ് എപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള ഡിപ്ലോമസിയാണ്. ഓക്കെ, സാധാരണ രീതിയിൽ സമ്മിറ്റ് കൂടുക എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ഐഡിയ, ഒരു എയിം വെച്ചിട്ടായിരിക്കും സമ്മിറ്റ് കൂടുക. അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, എല്ലാ സമ്മിറ്റിനും ഒരു ലക്ഷ്യം ഉണ്ടാവും. പോസിറ്റീവായ ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സമ്മിറ്റുകൾ സാധാരണ രീതിയിൽ ഫോം അപ്പ് ആവുക. അതുകൊണ്ട് തന്നെ മിക്ക സമ്മിറ്റുകൾക്കും എന്തുണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, The characteristics of new diplomacy are a complex diplomacy. Complex diplomacy എന്ന് വിളിക്കാൻ കാരണം എന്താണ്, ഞാൻ പറഞ്ഞ പോലെ മൾട്ടിലാറ്ററൽ ആണ്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അറ്റ് എ ടൈം ഒരു രാജ്യത്തിന് ഡിപ്ലോമസി ഉണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അതേപോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ഒരുപാട് സമ്മിറ്റുകൾ നമ്മൾ പല അസോസിയേഷൻസുമായിട്ടും പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കോംപ്ലക്സ് ഡിപ്ലോമസി എന്നും വിളിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്ലോമസി റിഡ്യൂസ്ഡ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിപ്ലോമസി റിഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. The idea of national rights have been replaced by the idea of international interest. അതായത് നാഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നതിന്റെ ഇപ്പം ഒരു രാജ്യം ആ രാജ്യത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നതിന്റെ പുറത്ത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഒരു ഇമ്പോർട്ടൻസ് വന്നു. അതായത് ഇപ്പൊ അതിന് പ്രൈമറി എക്സാമ്പിൾ തന്നെയാണ് ഈ UN-ഉം ബ്രിക്സും എന്താണ് ആസിയാനും ലോകത്തിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് അതിന് പ്രൈമറി എക്സാമ്പിൾ ആണ്. കാരണം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ലോകത്തിനെ ആകെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ലോകത്തിനെ ആകെ ബാധിച്ചിട്ടിരിക്കുന്ന സാധനമാണ് ഗ്ലോബലൈസേഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു രാജ്യത്ത് ഇപ്പൊ നാഷണൽ ഇൻട്രസ്റ്റ് വലുതാക്കാൻ എന്ത് വേണം, ഇന്റർനാഷണൽ ഇൻട്രസ്റ്റുകൾ വേണം. നമുക്ക് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് എന്താണ് വലുത്, എന്നും നമ്മുടെ രാജ്യത്ത് നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് വലുത്. പക്ഷെ ആ നാഷണൽ ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് വേണം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അസോസിയേഷൻസുമായിട്ടൊക്കെ നമുക്ക് എന്ത് വേണം,
ഒരു അടിയൊഴുക്ക് വേണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 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 ധാരണ വേണം, അന്തർധാര വേണം. അത് ആവശ്യമാണ് ഈ പറയുന്ന നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് വലുതാക്കാൻ. പിന്നെയാണ് പ്രസിഡൻസ് ടു പബ്ലിക് ഒപ്പീനിയൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെയാണ് പബ്ലിക് ഒപ്പീനിയന് ഒരുപാട് മാറ്റർ കൊടുക്കുന്നത്. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന ആൾക്ക് സ്വപ്നം കാണുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളോട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എത്താൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പൊ ഇന്ത്യയുടെ കേസിൽ നമ്മൾ വേറൊരു രാജ്യവുമായിട്ട്, ഇപ്പൊ ചൈനയുമായിട്ട് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ചൈനയുമായിട്ട് നമ്മൾ വളരെ പ്രോബ്ലമാറ്റിക് ആയ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. വളരെ പ്രോബ്ലമാറ്റിക് ആയ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെ സംഭവിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ പാർലമെന്റിൽ പ്രശ്നമാവും. പാർലമെന്റിൽ എന്തുണ്ട്? ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഒപ്പോസിഷൻ എന്ത് ചെയ്യും? ഒപ്പോസിഷൻ ഇന്ത്യയെ ഭരിക്കുന്ന ആൾക്കാര് നോൺ കോൺഫിഡൻസ് മോശം വരാം, അവരെ അട്ടിമറിക്കാനുള്ള പല കാര്യങ്ങളും വരാം, ചർച്ചകൾ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പാർലമെന്റ് ഫസ്റ്റ് നീങ്ങും. അതിനുശേഷം എന്ത് പറ്റും? ഇത് ജനങ്ങൾ ഏറ്റെടുക്കും. അതായത് ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചെടുത്ത എന്താണ് ഭരണകർത്താക്കളാണ് ഇത്ര തെറ്റായ തീരുമാനം എടുത്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കും. സമരങ്ങൾ ഉണ്ടാവും. പബ്ലിക് ഒപ്പീനിയനെ മറികടന്നുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഭരണകർത്താക്കൾക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡെമോക്രസിയിൽ. ഓക്കെ, ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയന് ഇന്നത്തെ കാലത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ന്യൂ ഡിപ്ലോമസിയിൽ അത് മൾട്ടിലാറ്ററൽ ഡിപ്ലോമസിയും കോംപ്ലക്സ് ഡിപ്ലോമസിയും പറഞ്ഞ ഒരേ പോയിന്റ് ആണ്. അതായത് പല രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഡിപ്ലോമസി ഉണ്ട്. ബൈലാറ്ററൽ അല്ല, മൾട്ടിലാറ്ററൽ ആണ്. ഓപ്പൺ ഡിപ്ലോമസി നേരത്തെ എന്താ ഞാൻ പറഞ്ഞതാണ്. ഓപ്പൺ ഡിപ്ലോമസി നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒന്നും ക്ലോസ്ഡ് അല്ല, എല്ലാം ജനങ്ങൾക്ക് അവൈലബിൾ ആണ്. ജനങ്ങൾക്കും ഡിപ്ലോമാറ്റ്സിനും രാജ്യങ്ങൾക്കും എല്ലാവർക്കും അവൈലബിൾ ആണ്. സീക്രസി ഉണ്ട്. ഓക്കെ, സീക്രസി ഉണ്ട്. ഒരു തരത്തിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സീക്രസി ഉണ്ടാവും. അല്ലാത്ത പക്ഷം എന്താണ് ഒരു ഡിപ്ലോമാറ്റ്സ് തമ്മിൽ ചർച്ചകളുടെ ഔട്ട്പുട്ടും അത് എന്തിനാ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഡെമോക്രാറ്റിക് ഡിപ്ലോമസി ഇത് ഓൾസോ എന്താണ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ കൂടി. ഓക്കെ, ഇറ്റ് മീൻസ് ഇൻക്രീസിംഗ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് കൺവെൻഷണൽ ഡിപ്ലോമസി. അതായത് എന്താണ് ഞാൻ നേരത്തെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് തന്നെയാണ്. അതായത് ആൾക്കാരുടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂടി ഈ പറഞ്ഞ ഡിപ്ലോമസി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോസിയേഷൻ മാത്രമല്ല. ഈ നമ്മൾ നെഗോസിയേഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തത് എന്താണ്? ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. നമ്മുടെ നാടിന്റെ ഇൻട്രസ്റ്റ് അല്ലേ, നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നമ്മളൊരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ ചർച്ച ചെയ്യുക അല്ലെ. അപ്പൊ വേറൊരു രാജ്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പം ആ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ നേഷനിലുള്ള ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ജനങ്ങളുടെ ഇൻട്രസ്റ്റിനെ വകവെച്ചുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ ഡിപ്ലോമസിയും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇപ്പൊ പബ്ലിക് ഒപ്പീനിയന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വിയറ്റ്നാം വാർ നടന്നു അല്ലെ. വിയറ്റ്നാം വാർ നടന്ന ടൈമില് അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് വിയറ്റ്നാമിൽ നിന്ന് പിന്നോട്ട് വരേണ്ടി വന്നു? വിയറ്റ്നാമിൽ നിന്ന് പിന്നോട്ട് വരാൻ അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ വലിയ കാരണമായിരുന്നു. ഓക്കെ, കാരണം US വിയറ്റ്നാമിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നാട്ടിലെ സമ്പത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം കാശ് വിയറ്റ്നാമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. US ഒരുപാട് പൗരന്മാരെ ഒരുപാട് പട്ടാളക്കാരെ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ് എന്ന മനസ്സിലാക്കല് അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ തിരിയുന്നു. അവിടുത്തെ ജനങ്ങൾ തിരിയുന്നു, വാറിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണ് അന്നത്തെ ഗവൺമെന്റിന് വിയറ്റ്നാമിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരുന്നത്. അമേരിക്ക തോറ്റൊരു യുദ്ധമാണ് കേട്ടോ വിയറ്റ്നാമിൽ. അമേരിക്ക തോറ്റൊരു യുദ്ധമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അങ്ങനെ വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്നോട്ടടിക്കേണ്ടി വരികയാണ്. ഓക്കെ, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ കാര്യം എന്താണ്? വളരെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ തീരുമാനങ്ങളെ ഫുള്ള് മാറ്റി വരിക. ഇപ്പൊ റീസെന്റ് വെച്ചാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ എത്രത്തോളം ആൾക്കാർ നമ്മൾ ഈ ഫോറിൻ പോളിസി ഒക്കെ പഠിക്കുമ്പോൾ ചുമ്മാ കേട്ട് പഠിക്കുന്നതിനപ്പുറം നമ്മൾ ഈ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ചിന്തിച്ച് ഒന്ന് എടുക്കാൻ നല്ല രസമുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരു റീസെന്റ് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പബ്ലിക് ഒപ്പീനിയന്റെ ഒരു മാറ്റർ വെച്ച് ഞാൻ വേണമെങ്കിൽ പറഞ്ഞത്. ഇപ്പം US എന്ത് ചെയ്യുന്നുണ്ട്? ഇറാനിൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് US മറൈൻസ് അല്ലെ. US മറൈൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? US ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ആണ് US. നമ്മളിവിടെ പാരാ റെജിമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഉള്ള ഒരു US ഏറ്റവും വലിയ എന്നാൽ ഏറ്റവും എന്താണ് ഈ പറയുന്ന ലീഗലായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് US മറൈൻസ് എന്ന് പറയുന്നത്. US മറൈൻസിനെ ഭീകരമായിട്ട് ഇറാനിൽ ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ US മറൈൻ ഇപ്പോഴും ഇത്രയും അമേരിക്ക എന്താണ് ചെയ്തത്? ഞങ്ങൾ ഈ ഒരാഴ്ചയും കൂടെ സമയം തരുമെന്ന് പറയും. എന്നിട്ട് ആ ഒരാഴ്ച കഴിയുമ്പോൾ പറയും ഞാൻ 2 ആഴ്ചയും കൂടെ സമയം തരുന്നു പറഞ്ഞ് US നീട്ടിക്കൊണ്ടു പോയിക്കുകയാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ട്രംപ് വലിയ രീതിയിൽ ഈ വിഷയത്തിൽ കുടുങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, കാരണം US മറൈൻസിനെ ഡിപ്ലോയ് ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് US മറൈൻസ് അവിടെ കൊല്ലപ്പെടും. അതിലൊരു സംശയം വേണ്ട, ഒരുപാട് US മറൈൻസ് അവിടെ കൊല്ലപ്പെടും.
ഒരു 30 to 50 US മറൈൻസ് എങ്കിലും അവർ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് തീരും ട്രംപിന്റെ അവിടുത്തെ ഭരണം. ഓക്കെ, കാരണം ജനങ്ങൾ തിരിയും, ജനങ്ങൾ അവിടെ സമരമായിട്ട് ഇറങ്ങും, പബ്ലിക് ഒപ്പീനിയൻ മൊത്തത്തിൽ തിരിയും, നോൺ കോൺഫിഡൻസ് മോശം പോകും, ട്രംപിന് ആ അധികാരം നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അതായത് ഇറാനിൽ ഈ പറയുന്ന US മറൈൻസിനെ ഡിപ്ലോയ് ചെയ്ത് അവിടെ ഒരു ഗ്രൗണ്ട് വാർ നടന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പീനിയൻ മാറും. കാരണം ഈ പറയുന്ന രീതിയിൽ US മറൈൻസ് അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം IRGC ഇറാന്റെ പട്ടാളം എന്ന് പറയുന്ന അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയ, അല്ലെങ്കിൽ അത്രയും നമ്പേഴ്സ് ഉള്ള ആ ടെറൈനിൽ വർക്ക് ചെയ്തിട്ടുള്ള പട്ടാളമാണ്. അവരെ എത്രത്തോളം എന്താണ് ഈ പറയുന്ന സുപ്പീരിയർ ആയിട്ടുള്ള മിലിറ്ററി ആണെന്ന് പറഞ്ഞാലും അവരെ തോൽപ്പിക്കണമെങ്കിൽ കുറച്ച് പാടാണ്, അവരുടെ നാട്ടിൽ നിന്ന് തോൽപ്പിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം US ഒരു ഗ്രൗണ്ട് വാറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് US മറൈൻസ് അവിടെ കൊല്ലപ്പെടാം. അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ട്രംപിന് പിന്നെ അമേരിക്കയിൽ നിൽക്കാൻ പോലും സാഹചര്യം പറ്റില്ല. അതാണ് പബ്ലിക് ഒപ്പീനിയൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജനം അളകും. അതാണ് പബ്ലിക് ഒപ്പീനിയൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞതാണ് കേട്ടോ. അടുത്താണ് സമ്മിറ്റ് ആൻഡ് പേഴ്സണൽ ഡിപ്ലോമസി. ഡിപ്ലോമസി അറ്റ് ദ ഹൈയസ്റ്റ് ലെവൽ ഈസ് നോൺ ആസ് സമ്മിറ്റ് ഡിപ്ലോമസി. ഓക്കെ, അപ്പം ഹൈയസ്റ്റ് ലെവൽ ഓഫ് ഡിപ്ലോമസി ആണ് സമ്മിറ്റ് ഡിപ്ലോമസി. അതായത് ചുമ്മാ രണ്ടുപേർ റാൻഡംലി വന്നിരിക്കുന്നതല്ല. സമ്മിറ്റ് ഡിപ്ലോമസിയുടെ ഒരു മേജർ പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ എന്തുണ്ടാവും, ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ ധാരണയിൽ എത്തേണ്ട വിഷയം എന്താണെന്ന് ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, ധാരണയിൽ എത്തേണ്ട വിഷയം എന്താണെന്ന് ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം ബ്രിക്സിലെ രാജ്യങ്ങൾക്ക് എന്തുണ്ട്, വർഷാവർഷം അവര് സമ്മിറ്റ് കൂടുന്നുണ്ട്. സമ്മിറ്റ് കൂടുന്നത് എന്തിനാണ്, അവരുടെ പഴയ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പഠിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച്, പുതിയതായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് കൊണ്ടുവരാണ് ഈ സമ്മിറ്റുകൾ നടക്കുന്നത്. UN സമ്മിറ്റുകൾ, ക്ലൈമറ്റ് കോൺഫറൻസ് നടക്കുന്ന എല്ലാ സമ്മിറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ബേസിക്കലി സമ്മിറ്റുകൾ കൂടുന്നതെല്ലാം ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടിന് വേണ്ടിയാണ്. അപ്പൊ സമ്മിറ്റ് ഈ ഡിപ്ലോമസിനെ നമ്മൾ പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയാറുണ്ട്. The credit goes to Sir Winston Churchill for coining this phrase. അപ്പൊ സമ്മിറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാണ്, വിൻസൺ ചർച്ചിൽ ആണ്. ഓക്കെ, in 1953 for the first time when he proposed a conference between Western and Soviet heads of government. അപ്പം 1953 വിൻസൺ ചർച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 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 സമ്മിറ്റ് വിളിക്കുന്നു. അതായത് വെസ്റ്റേൺ രാജ്യങ്ങളുടെ തലവന്മാരും സോവിയറ്റിന്റെ ഹെഡ്സും തമ്മിൽ ഈ പറയുന്ന ഒരു സമ്മിറ്റ് വിളിക്കുന്നുണ്ട്. അന്നാണ് ഈ പറയുന്ന വിൻസൻ സമ്മിറ്റ് ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു ടേം കോയിൻ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഫോറിൻ മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സമ്മിറ്റ് കൂടുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ നമ്മൾ ന്യൂസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒരു സമ്മിറ്റ് ഇരിക്കുന്നതനുസരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടാവും. ഫോറിൻ മിനിസ്റ്റർ എല്ലാ സബ്ജക്റ്റും ഒന്നും ഇരിക്കുന്ന ആളായിരിക്കും നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടാവും വെച്ചോ. ഫോറിൻ മിനിസ്റ്റർ ഉണ്ടെങ്കിൽ ഫോറിൻ മിനിസ്റ്ററിന്റെ കൂടെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഈ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി IFS ഉദ്യോഗസ്ഥരായിരിക്കാം, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം. അതിനൊക്കെ ഇന്ത്യയുടെ ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്കണോമിക് പെർസ്പെക്ടീവിൽ വർക്ക് ചെയ്യുന്ന ഹയർ ഓഫീഷ്യൽ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റി ഹെഡ് പോലെ അജിത് ഡോവലിനെ പോലുള്ള ഒരു ഡിപ്ലോമാറ്റ് ആയിരിക്കും. നമ്മുടെ NSA ആണ്. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി NSA ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഡിപ്ലോമാറ്റ് ആയിരിക്കാം. അപ്പം സമ്മിറ്റിന്റെ സ്വഭാവം അനുസരിച്ച് ഡിപ്ലോമാറ്റ്സിന്റെ രീതികളും മാറുന്നു, ഡിപ്ലോമാറ്റ്സിന്റെ സ്വഭാവങ്ങളും മാറുന്നു. ഓക്കെ, സ്റ്റേറ്റ് ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻ, അതായത് ഡിപ്ലോമാറ്റ്സ് ഉണ്ടാകും. Diplomacy at the highest level is known as summit diplomacy. The credit goes to Sir Winston Churchill for to avoid this limitation, it is suggested that extensive preparation at the lower levels of diplomats before holding the meetings at the summit level. Okay. അപ്പൊ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ലോവർ ലെവൽസ് ഓഫ് ഡിപ്ലോമാറ്റ്സും ഈ പറയുന്ന സമ്മിറ്റുകളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ ഈ പറയുന്ന ലോവർ ലെവൽ ഓഫ് ഡിപ്ലോമാറ്റ്സിനെ എത്രത്തോളം രീതിയിൽ ഈ പറയുന്ന നാഷണൽ ഇൻട്രസ്റ്റ് കൊണ്ട് എത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ എത്രത്തോളം വോയിസ് ഒരു ലോവർ ലെവൽ ഡിപ്ലോമാറ്റിന് കിട്ടണം എന്നില്ല ഒരു സമ്മിറ്റ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോവർ ലെവൽ ഡിപ്ലോമാറ്റ്സിന് ഒരു മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് അതിനകത്തൊരു ധാരണ എത്തിയിട്ട് വേണം ഈ പറഞ്ഞ സമ്മിറ്റുകൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ സമ്മിറ്റുകൾ അനൗൺസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു പോയിന്റ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന കാര്യം നമ്മൾ പക്ഷെ പഠിക്കുമ്പോൾ എന്തുവാണ്, നമ്മൾ എക്സ്റ്റൻസീവ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്താണ് ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, the balance of power refers to a situation where power is distributed states to prevent any single state or alliance from becoming dominant. അതായത് ഈ ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്നത് ഈ പവർ എന്ന് പറയുന്ന പവർ എന്ന് പറയുന്ന കാര്യം, ഓക്കെ, പവർ എന്ന് പറയുന്ന കാര്യം ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരേ കണക്ക് തന്നെ വീതിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ബാലൻസ് ഓഫ് പവർ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് വേണം ലോകം എത്താൻ.
എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സമ്പത്തും സൈനിക ശക്തിയും എല്ലാം എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് പറ്റും, ലോകത്തിന് മുകളിൽ അവർക്ക് ഒരു ആധിപത്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ലോകത്ത് യു എസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യമല്ല, ഒരു 1991 സോവിയറ്റ് യൂണിയൻ ഡിസോസിയേഷന് ശേഷം പിന്നെ നമ്മുടെ പറയുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് മുന്നേ അമേരിക്ക എന്തായിരുന്നു, അമേരിക്ക ഇതിന്റെ കൈൻഡ് ഓഫ് യൂണിപോളാർ സിറ്റുവേഷൻ, അതായത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ആധിപത്യമുള്ള രാജ്യം എന്ന രീതിയിലായിരുന്നു തോന്നുന്നത്. കാരണം ലോകത്തിലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക നയങ്ങളെല്ലാം മാറുന്നു, LPG വരുന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ലോകത്തിലുള്ള പല രാജ്യങ്ങളെ അഫക്ട് ചെയ്തു, ഇന്ത്യ ഉൾപ്പെടെ. അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത ആരാണ്, ഈ പറയുന്ന അമേരിക്കയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഒരു 10 കൊല്ലത്തോളം അമേരിക്ക ഒരു എന്താണ് ഗ്ലോബലിലെ സുപ്പീരിയർ പവർ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിപോളാർ സിസ്റ്റത്തിലാണ് നിന്നത്. അത് വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒരു ഡോമിനന്റ് പവർ ആയിട്ട് ഒരു രാജ്യം വരിക എന്ന് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിനെ സോവറിറ്റിയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. Its primary aim is to maintain international peace and prevent hegemony through equilibrium is power distribution. ഹെജിമണി എന്ന് പറയുന്നത് എന്താണ്? ഹെജിമണി ആധിപത്യം. ഓക്കെ, അതായത് ലോകത്തെ സമാധാനം നിലനിർത്താനും ഒരു രാജ്യത്തിന് മേൽ വേറൊരു രാജ്യത്തിനുള്ള ആധിപത്യം ഒഴിവാക്കി ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയത്തിലേക്ക്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും തുല്യമായി സഹവസിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പവറിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ ശക്തി ആയിക്കോട്ടെ, സൈനികപരമായ ശക്തി ആയിക്കോട്ടെ, ഇതിനെ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നതാണ് ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്ന ഐഡിയ പറയുന്നത്. ഓക്കെ, കോർ പ്രിൻസിപ്പിൾസ് ഇക്വിലിബ്രിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോകത്തിലെ ഒരു രാജ്യവും മാത്രം എല്ലാ കാര്യത്തിലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അലയൻസസ് സ്റ്റേറ്റ്സ് ഫ്രോം കോalition ടു കൗണ്ടർ ബാലൻസ് സ്ട്രോങ് ഫോഴ്സ്. അതായത് എന്താണ്, നമ്മൾ ഇതെല്ലാം പറഞ്ഞ അലയൻസും മിലിറ്ററി സ്ട്രെങ്ത് ഒക്കെ എന്താണ്? അലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ UN ഒക്കെ അലയൻസ് ആണ്, ബ്രിക്സ് ഒരു അലയൻസ് ആണ്. അപ്പൊ ഈ ബ്രിക്സും US-ന്റെ ഒക്കെ അല്ല UN-ന്റെ ഒക്കെ പ്രധാന ഉദ്ദേശം എന്താണ്? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരേ കണക്ക് കണ്ട് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും എല്ലാം കൊണ്ടെത്തിക്കുക എന്നതാണ് ഈ പറയുന്ന ലോകത്തിലുള്ള പല ഈ ഓർഗനൈസേഷൻസിന്റെയും ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അലയൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള ബാലൻസ് ഓഫ് പവർ ആണ്. പിന്നെ അലയൻസസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഈ വലിയ വലിയ മേജർ ആയിട്ടുള്ള ശക്തികളെ കൗണ്ടർ ചെയ്യുക, ഒരുമിച്ച് നിന്ന് മേജർ ആയിട്ടുള്ള ശക്തികളെ കൗണ്ടർ ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്വാഡ്, ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ക്വാഡ് എന്ന് പറയുന്നത്. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയയാണ് ക്വാഡ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ക്വാഡ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചൈനയുടെ ആധിപത്യം കുറയ്ക്കുക എന്നാണ് ക്വാഡിന്റെ ഉദ്ദേശം. അല്ലെ, ചൈനയുടെ ആധിപത്യം കുറയ്ക്കുക എന്നാണ് ക്വാഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം ക്വാഡൊക്കെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഈ തരത്തിലുള്ള അലയൻസ് ആണ്. ഒരു ഡോമിനന്റ് പവറിനെ കൂട്ടായി നിന്ന് അവരുടെ ശക്തി കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു അലയൻസ് സിസ്റ്റത്തിൽ ഈ പറയുന്ന ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. പിന്നെയാണ് മിലിറ്ററി സ്ട്രെങ്ത്, എസൻഷ്യൽ ടു ഡീറ്റർ അഗ്രഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. അപ്പൊ മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്, അല്ലെങ്കിൽ സൈനിക ശക്തി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. കാരണം ഇപ്പം ഒരു രാജ്യത്ത്, ഇപ്പം ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഇന്ത്യയും എന്താണ് പാകിസ്ഥാനും മാത്രമാണ് ഇന്നും ഉണ്ടാകുന്ന പല തീവ്രവാദ ആക്രമണങ്ങളും എസ്കലേറ്റ് ചെയ്തൊരു ഫുൾ സ്കെയിൽ വാർ ആവാത്തത്. ഓക്കെ, ഇവിടെ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് വരികയാണ്. ഓക്കെ, അതായത് അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തിന്റെയും നാശത്തിലേക്കാണ് അത് പോവുക. അതുകൊണ്ട് ഒരു ഫുൾ സ്കെയിൽ വാറായി മാറുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അത് തന്നെയാണ് ചൈനയുമായിട്ട്, ഇപ്പം US-ഉം റഷ്യയുമായിട്ടും US-ഉം ചൈനയും തമ്മിലായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്. ഇവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്റർനാഷണൽ സ്പീഡ് ഉണ്ടെങ്കിലും ഇതൊന്നും ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാത്തത് ഈ പറഞ്ഞൊരു ന്യൂക്ലിയർ ടെക്നോളജി രണ്ട് കാര്യങ്ങളുടെ ഉണ്ട്. അതാണ് തന്നെ ഇവർ മിലിറ്ററി പരമായിട്ട് ഭയങ്കര സുപ്പീരിയർ ആണ് എന്നൊക്കെ കാരണം കൊണ്ടാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ്, അതായത് മിലിറ്ററി പരമായിട്ട് നിങ്ങൾ സുപ്പീരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മിലിറ്ററി എത്ര വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, കയറി അധിനിവേശം നടത്തും. അതിനൊരു പ്രൈമറി എക്സാമ്പിൾ ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പൊ 3 മാസം മുന്നേ വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോ എന്ന് പറയുന്ന വെനസ്വേലയുടെ ഭരണാധികാരി അമേരിക്കയുടെ സൈന്യം അങ്ങോട്ട് കയറി ചെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിക്കൊണ്ട് വന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ എന്തോ ചെയ്തോട്ടെ, പക്ഷെ അവരുടെ സോവറിനിറ്റിയിലേക്ക് കയറി ചെന്നുള്ള അതിക്രമമാണ് US അവിടെ കാണിച്ചത്. അല്ലെ, അപ്പം അതെന്താണ് ഈ പറയുന്ന രീതി മിലിറ്ററി സ്ട്രെങ്ത് കുറഞ്ഞ ഒരു രാജ്യത്തിലേക്ക് എന്തും കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ഡോമിനന്റ് പവറിന്റെ അഹങ്കാരമാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് മിലിറ്ററി ഇപ്പം ബാലൻസ് ഓഫ് പവറിൽ പ്രധാനപ്പെട്ട ഒരു. പിന്നെ ഷിഫ്റ്റിംഗ് അലയൻസസ്, ഫ്ലെക്സിബിൾ പാർട്ണർഷിപ്സ് എൻഷുർ കണ്ടിന്യൂസ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് ഞാനും എന്താണ് ഈ പറയുന്ന US-ഉം തന്നെയാണ് സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് വേറെ ആരും സുഹൃത്തുക്കളൊന്നും വേണ്ട. റഷ്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂഡിലല്ല നമ്മൾ നിൽക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, എന്റെ ഫ്രണ്ട് US ആണ് എന്നും പറഞ്ഞൊന്നും നമുക്ക് നിൽക്കാൻ കഴിയില്ല. അലയൻസസ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഇത് അലയൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് സെക്യൂർ ആയിട്ടിരിക്കണം എന്ന് മാത്രമാണ്
ഐഡിയ. അതാണ് ഷിഫ്റ്റിംഗ് അലയൻസ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ ന്യൂട്രൽ ആയിട്ട് സ്റ്റാൻസ് എടുക്കുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇന്ത്യ യുഎസുമായിട്ടും റഷ്യയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇന്ത്യക്ക് റഷ്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം റഷ്യ യുക്രൈൻ വാർ നടക്കുന്ന ടൈമിൽ റഷ്യക്കെതിരെ US ഒരു എംബാർഗോ വെക്കുകയാണ്, അല്ലെങ്കിൽ സാങ്ഷൻ വെക്കുകയാണ്. അതായത് റഷ്യയുടെ കയ്യിൽ നിന്ന് ആരും ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞ ഒരു സാങ്ഷൻ വെക്കുകയാണ്. പക്ഷെ ആ ടൈമിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ റഷ്യയുടെ നിന്ന് വളരെ ചീപ്പായിട്ട് ഓയിൽ വാങ്ങി. ഇന്ത്യ നമുക്ക് ഇപ്പം GCC കൺട്രീസിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി വില കുറച്ച് ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ പർച്ചേസ് ചെയ്തു. ആ ടൈമിൽ US ഇന്ത്യയെ കൺഫ്രണ്ട് ചെയ്തിരുന്നു. അപ്പം ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയ എന്താണ് ജയശങ്കർ പറഞ്ഞ എന്താണ്? ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് ആണ് വലുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ റിസോഴ്സസ് എത്തിക്കുക എന്നാണ് വലുത്. ഓക്കെ, അത് ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, ഞങ്ങൾക്ക് വലുത് എന്നാണ് ജയശങ്കർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഫോറിൻ പോളിസിയിൽ എപ്പോഴും എന്തില്ല, ഒരു സ്ഥിരമായ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ സ്ഥിരമായ എനിമിയോ ഇല്ല കേട്ടോ. നമുക്ക് എനിമിയും ഇല്ല, കൂട്ടുകാരില്ല. ഇപ്പൊ ചൈനയുമായിട്ട് നമുക്കിപ്പോ വളരെ നല്ല അടുത്ത ബന്ധമുണ്ട്. പക്ഷെ ചൈനയുമായിട്ട് നമുക്ക് എന്തുണ്ട്? ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചൈനയുമായിട്ട് ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളാവും, അത് നമ്മൾ വീണ്ടും പരിഹരിക്കും. വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളാവും, വീണ്ടും പരിഹരിക്കും. അതാണ് പറയുന്നത്, കോൺസ്റ്റന്റ് ആയ ഒരു എനിമിയും ഇല്ല, കോൺസ്റ്റന്റ് ആയ ഒരു ഫ്രണ്ടും ഇല്ല ഇന്റർനാഷണൽ റിലേഷൻസിൽ. അടുത്താണ് ടൈംസ് ഓഫ് ബാലൻസ് ഓഫ് പവർ. നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. ബൈപോളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യുഎസും USSR ആണ് കോൾഡ് വാറിലാണ് ബൈപോളാരിറ്റിയുടെ എക്സാമ്പിൾ. അതായത് രണ്ട് രാജ്യങ്ങൾക്കായിരിക്കും പ്രഥമമായിട്ട്, അവർ തമ്മിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ അലയൻസ് തമ്മിലായിരിക്കും ലോകത്തിൽ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും. ഓക്കെ, അത് USSR ആണ് എക്സാമ്പിൾ. മൾട്ടിപോളാരിറ്റി ആണ് ഇന്നത്തെ ലോകം. ഓക്കെ, ഇന്നത്തെ ലോകം, അതായത് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ യൂറോപ്പ് ഒക്കെ മൾട്ടിപോളാരിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് പല രാജ്യങ്ങൾക്ക് ഈ പ്രശ്നം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈനയും US റഷ്യയും ഒക്കെ എന്താണ്, ഒരു മൾട്ടി പോളാർ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന US ചൈനയ്ക്കും റഷ്യക്കും ഒക്കെ എന്തുണ്ട്, വളരെ വലിയ സ്വാധീന ശക്തി ഉണ്ട്. ഇന്ത്യയും ബ്രസീലും ഒക്കെ കയറി വരുന്ന ശക്തികളാണ്, അല്ലെങ്കിൽ ഡെവലപ്പായി വരുന്ന ശക്തികളാണ്. ജർമ്മനി ഒരു വലിയൊരു പവറാണ്, ഫ്രാൻസ് വലിയൊരു പവറാണ്. അപ്പം ഇതൊക്കെ എന്താണ്, ഗ്ലോബലെ സുപ്പീരിയർ പവേഴ്സ് ആണ്. എല്ലാവർക്കും അവരുടേതായ മേഖലകളിൽ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. ഓക്കെ, സുപ്പീരിയോറിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മൾട്ടി പോളാർ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ബൈപോളാറും അല്ല, യൂണിപോളാറും അല്ല. അപ്പൊ അതിനൊരു വേണമെങ്കിൽ ഒരു വലിയൊരു എക്സാമ്പിൾ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഇറാന്റെ ഈ പറയുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഉണ്ട്, ആ കടലിടുക്ക് വഴി വേണം എന്ത് വരാൻ, ഈ 20% ലോകത്തിന്റെ ഓയിൽ ആ കടലിടുക്ക് വഴി വേണം വരാൻ. അതാണ് ഇറാൻ തടഞ്ഞു വെച്ചേക്കുന്നത്, അല്ലെ? അപ്പം US എന്ത് ചെയ്തു? US ആ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഒരു ബ്ലോക്കേഡ് ഇട്ടു. അതായത് ഈ ഇറാന്റെ സുഹൃത്തുക്കളായ രാജ്യങ്ങൾക്ക് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, കപ്പലുകൾ കടത്തി വിടുന്നുണ്ട്. പക്ഷെ US എന്ത് ചെയ്തു? US മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തു, അവരെ പ്രഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പ്രഷർ ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒരു കുഴപ്പവും കൂടാതെ ഒരു ചൈനീസ് കപ്പൽ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കുഴപ്പവും കൂടാതെ ഒരു ചൈനീസ് കപ്പൽ മാത്രം പുറത്തു വന്നു. US സൈനികര് അപ്പൊ അവരുടെ അവിടെ നിന്ന് ഫിഷ് അല്ലെങ്കിൽ എന്താണ്, മീൻ പിടിക്കുകയായിരുന്നു. അല്ലാതെ അവർക്ക് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അറിയുന്നുണ്ട്. അവരവിടെ നിന്ന് അവരുടെ മറൈൻസിൽ നിന്നിട്ട് ഇവര് ഫിഷ് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞ ഒരു കോമഡി രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് ചൈനയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. US ഒരു ചൈനീസ് കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു US വീണ്ടും പ്രതിരോധത്തിലാവും എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് US ഒന്നും ഇന്നൊരു യൂണിപോളാർ വേൾഡിലല്ല. US ആണ് ലോകത്തിലെ ഏറ്റവും ഡോമിനന്റ് ആയ ശക്തി, നമുക്ക് ഇന്ന് പറയാനും സാധിക്കില്ല. ഓക്കെ, അപ്പൊ യൂണിപോളാരിറ്റി നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ US ഡോമിനൻസ്. ഇപ്പൊ പോസ്റ്റ് കോൾഡ് വാർ ടൈമിൽ US ഡോമിനൻസ് ഒക്കെയാണ് യൂണിപോളാർ വേൾഡിന്റെ എക്സാമ്പിൾ. ബാലൻസ് ഓഫ് പവർ ആൻഡ് ഇന്ത്യസ് ഫോറിൻ പോളിസി. ഇപ്പൊ നോൺ അലൈൻ മൂവ്മെന്റ്, ബാലൻസ് ഓഫ് ഇന്ത്യസ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു മെയിൻ സ്ട്രാറ്റജിക് ഓട്ടോണമി. നോൺ അലൈൻ മൂവ്മെന്റ് കാര്യം എന്താണ്? അത് ചേരിച്ചു വരാൻ നയം. നമ്മൾ എന്താണ്, ഒരു രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ അഭയം തേടിയോ അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളുടെ അണ്ടറിലേക്കോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി നമ്മൾ കൊണ്ടിടുന്നില്ല. ഓക്കെ, നമ്മൾ നോൺ അലൈൻ മൂവ്മെന്റ്സ് ചെയ്യും. അതൊക്കെ എന്താണ്, ഒരു ബാലൻസ് ഓഫ് പവർ ആണ്. ആ രാജ്യങ്ങൾ കൂടെ ആയിപ്പോ കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാർസോ പാക്റ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സിയാറ്റോലോ ഒക്കെ ഈ പറയുന്ന വെസ്റ്റിന്റെ ഏതെങ്കിലും അലയൻസിലൊക്കെ കോൾഡ് വാർ സമയത്ത് ഇന്ത്യ മെമ്പർ ആയതെങ്കിൽ ഇന്ത്യക്ക് എന്ത് പറ്റിയേ? ഈ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ മുന്നിൽ ഭീകരമായ ആധിപത്യം സ്ഥാപിച്ചേനെ. ഓക്കെ, ഈ പറയുന്ന രാജ്യങ്ങളുടെ കളിപ്പാവയായിട്ട് ഇന്ത്യക്ക് ആക്ട് ചെയ്യേണ്ടി വന്നേ. അപ്പൊ ആ സമയത്ത് ഇന്ത്യക്ക് എന്തുണ്ട്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഭാഗമാകുന്നു, നാം സ്വീകരിക്കുന്നു, ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി സ്വീകരിക്കുന്നു. അതായത് ഞങ്ങളുടെ പരമാധികാരം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഒരു രാജ്യങ്ങളെ കൂടെ ഇല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വരികയാണ്. ഓക്കെ, അത് സ്ട്രാറ്റജിക് ഓട്ടോണമി. കറന്റ് പോളിസി ഫോക്കസിംഗ് ഓൺ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് ടു അവോയ്ഡ് പവർ ബ്ലോക്ക് എൻറ്റാങ്കിൾമെന്റ്. ഓക്കെ, സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഒരു വേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രാലിറ്റി ആണ് കേട്ടോ. അതായത് ഇപ്പം നമ്മള് ഈ ഇന്ത്യയും ഈ റഷ്യയും US തമ്മിലൊക്കെ പ്രശ്നം നടക്കുമ്പോഴും അതേ കണക്ക് തന്നെ ഇപ്പം നടക്കുന്ന ഇസ്രായേലും US ഒക്കെ ഇറാനിൽ ആക്രമിക്കുമ്പോഴും എല്ലാം
ഇന്ത്യ വളരെ ന്യൂട്രൽ ആയ സ്റ്റാൻഡാണ് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യ ഒരു അഭിപ്രായം പറയാൻ തന്നെ ചിലപ്പോൾ 3-4 ദിവസം കഴിയാറുണ്ട്. ഇറാൻ വാറിലൊക്കെ ഇന്ത്യ ഒരു ഒഫീഷ്യൽ സാധനം, ഒരു യുദ്ധം, ഇത്ര സ്ട്രൈക്ക് നടക്കുന്നു, ഇത്ര ആൾക്കാർ ഇറാനിൽ കൊല്ലപ്പെടുന്നു, അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനിയൊക്കെ കൊല്ലപ്പെടുന്നു, അവരുടെ ഒരു സൈനിക ശക്തിയെ, സൈനിക തലവന്മാരെ മൊത്തം തുടച്ചു നിൽക്കുന്നു US ഇസ്രായേലും ചേർന്ന്. എന്നിട്ട് കൂടി ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരാൻ 4 ദിവസം എടുത്തു. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു അലയാണ് ഇറാൻ. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അലയാണ് ഇറാൻ. അതേ കണക്ക് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു അലയാണ് ഇസ്രായേൽ. ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു അലയാണ് USA. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്ത് വേണം? ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ ഭാഗത്ത് പറയുമ്പോൾ ന്യൂട്രൽ ആയിരിക്കണം. അത് US-നെയും അഫക്ട് ചെയ്ത്, ഇസ്രായേലിനെ അഫക്ട് ചെയ്ത്, ഇറാനെ അഫക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫോർമാറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റും? കുറച്ച് സമയം എടുക്കും. മനസ്സിലായി? അപ്പൊ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഒരു വേറൊരു ഫോം ആണ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പവർ ബ്ലോക്ക് എൻടാംഗിൾമെന്റ്, അതായത് പവർ ബ്ലോക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാം. അടുത്താണ് ക്വാഡ് ആൻഡ് ഇൻഡോ പസഫിക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് ക്വാഡ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ചൈനയുടെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും റീജിയനിലുള്ള ചൈനയുടെ ആധിപത്യം കുറയ്ക്കുക എന്നാണ് ക്വാഡ് എന്ന് പറഞ്ഞ അസോസിയേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. US-ഉം, ഞാനിത് 100 വട്ടം പറഞ്ഞു ക്ലാസ്സിൽ, US-ഉം ജപ്പാനും ഓസ്ട്രേലിയയും മനസ്സിലാവില്ല, ഓക്കെ, ഇന്ത്യയും ആണ് ഈ പറയുന്ന എന്തുള്ളത് ക്വാഡിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ക്വാഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? അതൊരു ബാലൻസ് ഓഫ് പവർ ആണ്. അതായത് ഈ ചൈനയുടെ അവിടെയുള്ള ആധിപത്യത്തിനെ ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചൈനയുടെ ആ ഒരു ഡോമിനേഷനെ ബാലൻസ് ചെയ്യുക എന്നതാണ് ക്വാഡിന്റെ ഉദ്ദേശം. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഡൈനാമിക്സ്, എ ക്ലിയർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാലൻസ് ഓഫ് പവർ സ്ട്രാറ്റജീസ് ഇൻ സൗത്ത് ഏഷ്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അതായത് സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഈ പറയുന്ന വളരെ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞ ഈ വളരെ ഒരു കോൺഫ്ലിക്റ്റഡ് ആയ സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പവർ വാർ നടക്കുന്ന സ്ഥലത്ത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഡൈനാമിക്സ് എന്താണ്? ഒരു തരത്തിലുള്ള ബാലൻസ് ഓഫ് പവർ ആണ്. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ പല രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു ബാലൻസ് ഓഫ് പവർ അവിടെ ഉണ്ട്. ഓക്കെ, ഈ രാജ്യങ്ങളുടെ ശക്തികൾ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ബാലൻസ് ഓഫ് പവർ, പ്രിവെന്റ് ദ റൈസ് ഓഫ് അഗ്രസീവ് ഹെജ്മെന്റ്സ്. അഗ്രസീവ് ഹെജ്മെന്റ്സ് അതായത് വളരെ തീവ്രമായ സ്വഭാവമുള്ള ഹെജ്മെന്റ്സിന്, അല്ലെങ്കിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന, ആധിപത്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അധിനിവേശം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ എന്താണ് പ്രിവെന്റ് ചെയ്യുക എന്നാണ് ബാലൻസ് ഓഫ് പവറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. എൻകറേജസ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് കോഷൻ. ഓക്കെ, ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് അത് എന്തിനെ എൻഗേജ് ചെയ്തുകൊണ്ട്? ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സ് തമ്മിലുള്ള ഈ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഫോറിൻ ഡിപ്ലോമാറ്റ്സും വേറൊരു രാജ്യത്തിന് ഫോറിൻ ഡിപ്ലോമാറ്റ്സും, അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ബ്ലോക്കിൽ പെടുന്ന ഈ സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയ ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സിൽ, നെഗോസിയേഷൻസിൽ ഏർപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഈ ബാലൻസ് ഓഫ് പവറിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടർച്ചയായി ചെയ്തു പോകുന്നുണ്ട്. അവരുടെ ശക്തിയും നമ്മുടെ ശക്തിയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോവുക. പേന ഭയങ്കര സീനാണ്. പ്രൊമോട്ട് സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ത്രൂ മ്യൂച്വൽ ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ഡിറ്ററൻസ് എന്താ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല. നമ്മളിപ്പം ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ അവരൊരു മിലിറ്ററി ശക്തിയാണ്, നമ്മളൊരു മിലിറ്ററി ശക്തിയാണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കി, അവരൊരു സൂപ്പർ പവർ ആണ്, നമ്മളൊരു സൂപ്പർ പവർ ആണ്, ആ ഒരു ഐഡിയ മനസ്സിലാക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഡിറ്ററൻസ് എന്ന് പച്ച മലയാളത്തിൽ പറയുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ന്യൂക്ലിയർ ഡിറ്ററൻസ് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ അവരൊരു ന്യൂക്ലിയർ പവർ ആണ്, ഞാനൊരു ന്യൂക്ലിയർ പവർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സർവ്വനാശമായിരിക്കും ഉണ്ടാകുമ്പോൾ, നിനക്ക് നാശം ഉണ്ടാവും, എനിക്ക് നാശം ഉണ്ടാവും. ആ ഐഡിയ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിനെയാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ക്രിറ്റിസിസം ഓൺ ബാലൻസ് ഓഫ് പവർ. ക്യാൻ ലീഡ് ടു ആംസ് റേസസ് ആൻഡ് ഹൈറ്റ് ഇൻ മിലിറ്ററി ടെൻഷൻ. അല്ലെ? അതായത് നമുക്ക് എന്ത് വേണം? ഒരു ബാലൻസ് ഓഫ് പവർ, അല്ലെങ്കിൽ ഈ പവർ ഈ സൂപ്പർ പവേഴ്സ് തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന മിലിറ്ററിയിൽ ഒരുപാട് സ്ട്രെങ്ത് വേണം. അപ്പൊ അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഈ പറയുന്ന ആംസ് റേസിലേക്ക്, അല്ലെങ്കിൽ വെപ്പൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിലേക്ക് ഇത് ലീഡ് ചെയ്യും. പൊട്ടൻഷ്യലി അൺസ്റ്റേബിൾ ഡ്യൂ ടു ഷിഫ്റ്റിംഗ് അലയൻസസ് ആൻഡ് മിസ്കാൽക്കുലേഷൻസ്. അതായത് ഞാൻ പറഞ്ഞു, നമുക്ക് ഫോറിൻ പോളിസിയിൽ എന്തില്ല? കോൺസ്റ്റന്റ് ആയ സുഹൃത്തുക്കളുമില്ല, കോൺസ്റ്റന്റ് ആയ എനിമീസും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക? നമ്മൾ തുടർച്ചയായി നമ്മൾ അലയൻസുകൾ മാറ്റുന്നു, പുതിയ പുതിയ അലയൻസുകൾ കണ്ടെത്തുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്തോ ചിലപ്പം ഇത് മിസ്കാൽക്കുലേറ്റ് ആവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, മേ ഇഗ്നോർ ഐഡിയോളജിക്കൽ ആൻഡ് ഡൊമസ്റ്റിക് ഇൻഫ്ലുവൻസ് ഓഫ് സ്റ്റേറ്റ് ബിഹേവിയർ. ഓക്കെ, അതായത് ഇപ്പം ഐഡിയോളജിക്കലി ഇപ്പം ചൈനയുടെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ചൈന എന്താണ്? ചൈന ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്നു.
ഇന്നും അവർ അവകാശപ്പെടുന്ന ഒരു വേ ഓഫ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അത് വേറെ ഒരു ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു കാര്യമാണ്. പീപ്പിൾസ് അവർ ഈ ഒരു വേറൊരു ഫോം ഓഫ് സോഷ്യലിസം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്, ചൈന. ഓക്കെ, അപ്പം അത് വേറൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണ്. അപ്പം ഐഡിയോളജിക്കൽ സാധനം ഉണ്ടായിട്ടും പക്ഷെ ഈ പറയുന്ന ബാലൻസ് ഓഫ് പവറിന്റെ കാര്യം എത്തുമ്പോൾ എന്ത് പറ്റുന്നു, പല രീതിയിൽ നമുക്ക് ഐഡിയോളജീസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, US എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രമാണ്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നു, ഒരു ബാലൻസ് ഓഫ് പവറിന്റെ ഒരു ഐഡിയയിൽ എന്ത് നടക്കുന്നു, പല രീതിയിലുള്ള കോംപ്രമൈസുകൾ, നെഗോസിയേഷൻസ്, അല്ലെങ്കിൽ ഒരേ ഫോറത്തിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ഈ പറയുന്ന ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നോർത്ത് കൊറിയ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്നാണ് നോർത്ത് കൊറിയ അവകാശപ്പെടുന്നത്. ഇപ്പൊ നോർത്ത് കൊറിയയും യുഎസും തമ്മിൽ ഇപ്പൊ എന്തുണ്ട്, ട്രംപ് വന്നതിന് ശേഷം നോർത്ത് കൊറിയയും യുഎസും തമ്മിൽ വളരെ കുറച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡിയോളജിക്ക് അവിടെ ഒരു ഉന്മൂലനം സംഭവിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ബാലൻസ് ഓഫ് പവർ ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് തിയറീസ് ഉണ്ട്. ഓക്കെ, ആൾട്ടർനേറ്റീവ് തിയറീസ് ദ കോൺസെപ്റ്റ് ഓഫ് ബാലൻസ് ഓഫ് പവർ. ഇതും കൂടെ നോക്കി നമുക്ക് ഇന്ന് ക്ലാസ് വേണ്ടിയിട്ട്. ബാലൻസ് ഓഫ് ത്രെഡ്. Stephen Walt proposed the balance of thread theory, arguing that states balance against perceived threats rather than simply against power. ഹലോ, ഓക്കെ. അതായത് ഒരു ഈ പവറിനെ ബാലൻസ് ചെയ്യുക എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു ത്രെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബാലൻസ് ഓഫ് പവർ എന്നാണ്. ഇപ്പൊ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റിക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ത്രെറ്റ് ആണ്, അല്ലെ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റിയിലെ ത്രെറ്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഇത് വെച്ച് പറയുകയാണെങ്കിൽ BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ? ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ എന്താണ്, അതിനകത്തൊരു ത്രെറ്റ് ഉണ്ട്. അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഈ പറയുന്ന ചൈനയുടെ പ്രോജക്റ്റ് ആയ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഒരു റോഡ്, അല്ലെങ്കിൽ ഒരു വളരെ സയന്റിഫിക്കലി അഡ്വാൻസ് ആയ ഒരു റോഡ് പോകുന്നത് എവിടെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞത്, POK-യിലൂടെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടെയാണ്. അപ്പം അത് ആർക്ക് സെക്യൂരിറ്റി ത്രെറ്റ് ആണ്? ഇന്ത്യക്ക് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ PRI ഒപ്പിടാതെയും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പിൻവാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്നത്, അവിടെ ഒരു തരത്തിലുള്ള പവർ ബാലൻസിങ് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതും ഒരു തരത്തിലുള്ള ബാലൻസ് ഓഫ് പവർ ആണ്. അത് അല്ലെങ്കിൽ ഈ ബാലൻസ് ഓഫ് പവറിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി, ഒഫൻസീവ് കേപ്പബിലിറ്റീസ്, അഗ്രസീവ് ഇന്റൻഷൻസ്, ഇതെല്ലാം ഇന്ത്യ ചൈന റിലേഷൻസ് ആണ്. ഇപ്പം ഭൂട്ടാനിലെ ഡോക്ലമില് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂട്ടാനിലെ ഡോക്ലമില് ഈ ചൈന പിടിച്ചെടുക്കാൻ അതൊരു അഗ്രസീവ് ഇന്റൻഷൻ ആണ്. ഓക്കെ, ഡോക്ലമില് ചൈന എടുത്തൊരു അഗ്രസീവ് ഇന്റൻഷൻ ആണ്. അപ്പം ഇന്ത്യ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇന്ത്യ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഒഫൻസീവ് കേപ്പബിലിറ്റി ഇന്ത്യയും പാകിസ്ഥാനിന്റെ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ഒഫൻസീവ് കേപ്പബിലിറ്റീസിന്റെ കാര്യം പറയാം. ഓക്കെ, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു ഒഫൻസീവ് ആയ രീതിയിൽ ഒരുപാട് കാര്യം. ഒഫൻസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മിലിറ്ററി പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ നമ്മൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഒഫൻസീവ് മെത്തേഡ് ആണ്. ഓക്കെ, അടുത്താണ് പവർ ട്രാൻസിഷൻ തിയറി, AFK ഓർഗാൻസ്കിയുടെ പവർ ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, AFK Organski's power transition theory suggests that major conflicts are likely when a rising power threatens to overtake a dominant power, creating instability during the transition of power. USA ആണ് ഇതിന്റെ പ്രൈമറി എക്സാമ്പിൾ. അതായത് പവർ ട്രാൻസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു മേജർ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു വീക്കർ ആയിട്ടുള്ള പവറിനെ, അല്ലെങ്കിൽ ഇപ്പൊ റൈസിംഗ് ആയിട്ടുള്ള ഒരു പവറിനെ, അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പവറിനെ വേറെ എന്ത് ചെയ്യുന്നു, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള പവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നു, അവിടെ ഒരു അതെന്തരിസ്ഥാവസ്ഥ ഉണ്ടാവുന്നു. അപ്പം അവിടെ എന്ത് നടക്കുന്നു, ഒരു ട്രാൻസിഷൻ ഓഫ് പവർ നടക്കുന്നു. ഓക്കെ, അപ്പം അവിടെ ഒരു പവർ തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ ഈ പവർ എന്ന ബാലൻസ് ഓഫ് പവറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു തിയറിയാണ്. ഓക്കെ, USA ആണ് അതിന് പ്രൈമറി എക്സാമ്പിൾ. ഇപ്പൊ USA ഇപ്പൊ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഈ പറയുന്ന ഒരു പവർ ട്രാൻസിഷൻ തിയറിയുടെ ഭാഗമായിട്ടാണ് പറയാം. ഓക്കെ, ഒന്നുമില്ല, ഒരു റൈസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള രാജ്യത്തിനെ ആ ശക്തി ആവുന്നതിന് മുന്നേ നമുക്ക് ത്രെട്ട് ആകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന മുഖേന ഉണ്ടാവുന്ന ഇൻസ്റ്റബിലിറ്റിയും അത് മുഖേന ഉണ്ടാവുന്ന പവർ ട്രാൻസിഷനുമാണ് ഈ പറയുന്ന പവർ ട്രാൻസിഷൻ. അടുത്താണ് സോഫ്റ്റ് ബാലൻസിംഗ്. സോഫ്റ്റ് ബാലൻസിംഗ് refers to the use of non-military tools to counter dominant powers such as international institutions, economic statecraft, diplomatic arrangements. These tools are used to delay or undermine aggressive unilateral actions.
സോഫ്റ്റ് ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സോഫ്റ്റ് പവർ പറഞ്ഞ പോലെ തന്നെയാണ് സോഫ്റ്റ് ബാലൻസിംഗിന്റെ കാര്യം. അതായത് ഈ പറയുന്ന ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മിലിറ്ററിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം നമ്മൾ തമ്മിൽ കൾച്ചറലി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളിപ്പോ ബ്രിക്സിൽ ഇന്ത്യയും ചൈനയും എന്താണ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ബ്രിക്സിൽ ഇന്ത്യയും ചൈനയും പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് അത് ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എക്കണോമിക് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഇപ്പൊ ഇന്ത്യയും ചൈനയും എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു തരത്തിലും ഇപ്പൊ ഗൽവാനിലൊക്കെ അങ്ങനെ ഒരു ഫിഷ് ഫൈറ്റിലേക്ക് ഏർപ്പെട്ട് ഒരുപാട് സൈനികർ മരിച്ചിട്ടും ഒരു പരിധിക്ക് മുകളിൽ അത് പ്രശ്നമാകാത്തത് ഇന്ത്യയും ചൈനയും ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയും ചൈനയും വലിയ ട്രേഡ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇന്ത്യയും ചൈനയും വലിയ ട്രേഡ് പാർട്ട്നേഴ്സ് കൂടെയാണ്. ഓക്കെ, ഇന്ത്യയുടെ വൺ ഓഫ് ദ ചൈനയുടെ വലിയൊരു ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആരാണ്? ചൈനയുടെ വലിയൊരു ഇലക്ട്രോണിക് മാർക്കറ്റ്, വലിയ ലോകം മൊത്തം ഇലക്ട്രോണിക് മാർക്കറ്റാണ് ചൈനയ്ക്ക്. അതിൽ വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ ചൈനയ്ക്കും ഇന്ത്യ ആവശ്യമുണ്ട്, ഇന്ത്യക്കും ചൈന ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് ഈ പറയുന്ന ഒരു എക്കണോമിക് സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ ഭാഗമാണ്. ഈ ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെന്റ്സ്, ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്താണ് അസിമെട്രിക്കൽ ബാലൻസിങ്. അപ്പൊ ഈ എക്കണോമിക് കൊമേഴ്ഷ്യൽ സാധനങ്ങളൊക്കെ എന്താണ്? ഒരു തരത്തിലുള്ള സോഫ്റ്റ് ബാലൻസിങ് ടൂൾ ആണ്. ഓക്കെ, പവർ ബാലൻസിങ്. രണ്ട് മിനിറ്റ് നമുക്ക് ഇപ്പൊ തീർക്കാം. Asymmetrical balancing addresses challenges from non-state actors and the imbalance between state and these actors. It requires new strategies responses beyond traditional balance of power mechanism. അപ്പം അസമെട്രിക്കൽ ബാലൻസിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്നുമില്ല, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ NGOs ആകാം, വേറെ ഓർഗനൈസേഷൻസ് ആകാം, അല്ലെങ്കിൽ ഇപ്പൊ ടച്ച് ആകാം. അപ്പം ഇതൊക്കെ എന്താണ് നോൺ സ്റ്റേറ്റ് എന്താണ് ഈ പറയുന്ന ആക്ടേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ബാലൻസ് ഓഫ് പവേഴ്സിൽ വലിയ പ്ലെയർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, nuclear deterrence theory, Bernard Brodie. According to Bernard Brodie, nuclear weapons reduce the relevance of traditional balance of power. States should focus on nuclear deterrence rather than balancing military power. അതായത് ബെർണാഡ് ബ്രോഡി പറയുന്നത് നമ്മൾ കുറെ മിലിറ്ററി എക്യുപ്മെന്റ്സ് കൊടുക്കുന്നതിനെ കാട്ടി ഡിറ്ററൻസിന് നല്ലത് ന്യൂക്ലിയർ ഡിറ്ററൻസ് തന്നെയാണ് എന്നാണ് ബെർണാഡ് ബ്രോഡി പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഡിറ്ററൻസിന്റെ കാര്യം ഞാൻ നേരത്തെ ഒരുപാട് ദിവസം പറഞ്ഞാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് ആയുധങ്ങളുണ്ട്, എന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. നമ്മൾ തമ്മിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നാശം ഉണ്ടാകും എന്നൊരു ഐഡിയയിൽ ആക്രമിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ബാൻ വാഗണിങ്ങും ബക്ക് പാസിംഗും. ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ബാൻ വാഗണിങ് occurs when state aligns with a dominant power or a coalition to benefit from its protection or influence. അതായത് ബാൻ വാഗണിംഗ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു വലിയ ഡോമിനന്റ് പവറുമായിട്ട് ബാക്കിയുള്ള ചെറിയ രാജ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക ശക്തികളോ സൈനിക ശക്തികളോ എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് ചേർത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പം വേൾഡ് വാറിന്റെ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നാറ്റോ ഒക്കെ എന്തായിരുന്നു, ഈ പറയുന്ന US-ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള കുറെ യൂറോപ്പിലെ ചെറിയ രാജ്യങ്ങൾക്ക് എന്താണ് സന്നദ്ധരായി വന്ന രാജ്യങ്ങളുണ്ട്, നിർബന്ധിതരായ രാജ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ പറയുന്ന ബാൻ വാങ്ങലിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അടുത്താണ് ബക്ക് പാസിംഗ് refers to the strategy of avoiding direct involvement or responsibility by letting other states or actors address security challenges. അപ്പൊ ബക്ക് പാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രശ്നം നടക്കുന്ന ടൈമില് നമ്മൾ ഫസ്റ്റ് കയറി ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിനെ റിറ്റാലിയേറ്റ് ചെയ്യാനോ നിൽക്കുന്നില്ല. നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ ഉപയോഗിച്ചിട്ടോ ഇത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. ഇപ്പൊ വേൾഡ് വാറിൽ തന്നെ നാസി ജർമ്മനി അടിച്ചു തുറന്ന ടൈമിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ അധിനിവേശം നടന്ന ടൈമിൽ ഈ പറഞ്ഞ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ആദ്യമേ പ്രതികരിച്ചിരുന്നില്ല. ഓക്കെ, ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ആദ്യമേ കയറി പ്രതികരിച്ചില്ല. അവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കി വേറെ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടേഴ്സോ ഇതിനകത്ത് പ്രവർത്തിക്കുമെന്ന് നോക്കി ഇപ്പൊ US അടക്കം പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതൊരു തരത്തിലുള്ള ബക്ക് പാസിംഗ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ബാൻ വാഗണിംഗ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു ഡോമിനന്റ് പവറിന്റെ കൂടെ ബാക്കിയുള്ള ചെറിയ ശക്തികൾ, ഈ ചെറിയ സാമ്പത്തിക ശക്തികൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബേസിക്കലി സേഫ്റ്റിക്ക് വേണ്ടി അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് ബാൻ വാഗണിംഗ്. ബക്ക് പാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഇപ്പുറത്തേക്കുന്ന ആള് സ്ട്രെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും കുറിച്ച് കൊണ്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു യമനിലെ ഹൂതീസ് എന്ന് പറഞ്ഞ ഒരു റബൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ഹൂതീസ് എന്ന് പറഞ്ഞ്. ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകാർ എന്താണ് ചെയ്യുന്നത്? എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകാരെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? ഇറാനാണ്. അവിടെയുള്ള ഈ പറയുന്ന സുന്നി ഭരണത്തിനെതിരെയാണ്, യമനിലുള്ള സുന്നി ഭരണത്തിനെതിരെയാണ് ഹൂതീസിനെ ഇറാൻ ഫണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്രയേലിനെ പ്രഷർ ചെയ്യാൻ ഇസ്രയേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ബക്ക് പാസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹൂതികളെ ഫണ്ട് ചെയ്തിട്ട് ഹൂതികളെ കൊണ്ട് ഇസ്രയേലിനെ
പ്രഷർ ചെയ്യിക്കുന്നുണ്ട് ഇറാൻ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു തരത്തിലുള്ള പർപ്പസ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ താഴെ ഞാൻ ഒരു 25ഓളം എന്ത് കൊടുത്തിട്ടുണ്ട്, കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹാൻസെ മോഗന്തോയും ഹെൻറി കിസിംഗറും ഒക്കെ പറഞ്ഞ ഒരു 25ഓളം കോഡ്സ് ആണ് ഈ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, 25ഓളം കോഡ്സ് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. 25ഒന്നും അല്ല, ഒരു 10, 50, 100ഓളം കോഡ്സ് ഉണ്ടാവും. ഒരു ഓക്കെ, പ്രധാനപ്പെട്ട 100ഓളം ഒരു കോഡ്സ് എങ്കിലും നമ്മൾ ഈ പറയുന്ന ബാലൻസ് ഓഫ് പവറിനെ കുറിച്ച് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാലൻസ് ഓഫ് പവറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഓരോ ഡിപ്ലോമാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കോട്ടുകളാണ് ബാലൻസ് ഓഫ് പവറിനെ കുറിച്ച്. ഓക്കെ, എനിക്ക് 2 or 3 ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു 25 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ബാലൻസ് ഓഫ് പവറിനെ കുറിച്ചും ഡിപ്ലോമസിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഒക്കെ പറഞ്ഞ, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ആയ ജയശങ്കർ ഒക്കെ പറഞ്ഞ ഓക്കെ കോഡ്സുകൾ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ട് മൊത്തത്തിൽ വായിക്കുക. ഞാൻ 25 കോട്ട് ഇപ്പൊ പറഞ്ഞു പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഈ കോഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് അറിയാലോ. നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു നോക്കും. ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്നോളൂ. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് ഒന്നും ഇടണ്ട. ഓക്കെ, ഒരുപാട് എഫേർട്ട് ഒന്നും ഇട്ട് പഠിക്കാൻ നിൽക്കേണ്ട. കോഡ്സ് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് 25 പോയിന്റിലുള്ളൂ, ഒന്ന് ജസ്റ്റ് ഉണ്ടാകുന്ന വായിച്ചു പോവാ. 25 മാത്രമല്ല, ഞാൻ എപ്പോഴും പറയണേ 25 മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ക്ലാസ് ലീവ് ചെയ്തോട്ടോ, ഒരുപാട് സമയം പോയി, സോറി. ജസ്റ്റ് എനിക്ക് തീർക്കാനായിരുന്നു. ഓക്കെ, താങ്ക് യു. ക്ലാസ് ലീവ് ചെയ്തോളൂ, ഞാനിത് അപ്ലോഡ് ചെയ്തേക്കാം.